Hi, hello. Welcome to iPlus Training Solution. So, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ജൂൺ 2024 ക്യാൻസൽഡ് എക്സാം അഥവാ ഓഗസ്റ്റിൽ നടന്ന ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസ് ആണ്. അതുകൊണ്ട് ഇന്ന് രണ്ടാമത്തെ പാർട്ടാണ്. നമ്മൾ ഇന്ന് മോഡേൺ ഏരിയയിൽ ചോദിച്ചിട്ടുള്ള മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ആ ഒരു ഏരിയയിൽ ചോദിച്ചിട്ടുള്ള ഒരു 10ഓളം ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എനിവേ ലെറ്റ്സ് ബിഗിൻ. സോ ഒന്നാമത്തെ ചോദ്യം ഇതാണ്, ഹു among the following are not the leaders of Indian National Army? ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു വായിക്കണം കേട്ടോ, നോട്ട് ദ ലീഡേഴ്സ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. Who among the following are not the leaders of Indian National Army? അഥവാ INA എന്നുള്ള INA-യുടെ ലീഡർ അല്ലാത്ത ആൾക്കാർ അവരോട് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓപ്ഷൻ എ രാജ് ബിഹാരി ബോസ് ആൻഡ് ക്യാപ്റ്റൻ മോഹൻ സിംഗ്. ഓപ്ഷൻ ബി ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആൻഡ് സുഭാഷ് ചന്ദ്രബോസ്. ഓപ്ഷൻ സി പ്രീതം സിംഗ് ആൻഡ് ക്യാപ്റ്റൻ മോഹൻ സിംഗ്. ഓപ്ഷൻ ഡി പൃഥ്വി സിംഗ് ആസാദ് ആൻഡ് ഫനീന്ദ്രനാഥ് ഘോഷ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സോ ഒന്ന് ഗസ് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ആൻസർ അറിയുന്നവർക്ക്. ഏതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരാം? നമുക്കറിയാം രാജ് ബിഹാരി ബോസ് അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹം INA ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹി വാസ് എ ലീഡർ ഓഫ് INA. അദ്ദേഹമാണ് സുഭാഷ് ചന്ദ്രബോസിന് ഈ ഒരു ലീഡർഷിപ്പ് കൈമാറ്റം ചെയ്യുന്നത് സിംഗപ്പൂരിൽ വെച്ചിട്ട്. ക്യാപ്റ്റൻ മോഹൻ സിംഗ് ഈസ് എ ഫൗണ്ടർ ഓഫ് INA. അപ്പൊ എന്തായാലും ഈ ഒരു ആൻസർ വരില്ല. ഇനി ക്യാപ്റ്റൻ മോഹൻ സിംഗും സുഭാഷ് ചന്ദ്രബോസും നമുക്കറിയാം INA-ക്ക് ഇത്രത്തോളം പോപ്പുലാരിറ്റി കൊടുത്തിട്ടുള്ളത് സുഭാഷ് ചന്ദ്രബോസിന്റെ ലീഡർഷിപ്പിലാണ്. അപ്പോൾ പ്രീതം സിംഗ് ആൻഡ് ക്യാപ്റ്റൻ മോഹൻ സിംഗ് ഇവരും എന്താണ്, INA-യുടെ ലീഡേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് പൃഥ്വി സിംഗ് ആസാദ് ആൻഡ് ഫനീന്ദ്രനാഥ് ഘോഷ്. ഇവരാണ് INA-യുടെ ലീഡേഴ്സ് അല്ലാത്ത ആൾക്കാർ എന്നുള്ളത്. ഓക്കെ, സോ ഹോപ്പ് എവരി വൺ ഗോട്ട് ദ ആൻസർ. എല്ലാവർക്കും കറക്റ്റ് ആക്കാവുന്നതേ ഉള്ളൂ, എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്. അപ്പൊ INA-യിലേക്ക് വരികയാണെങ്കിൽ INA-യും അതുപോലെ തന്നെ INA-യേക്കാൾ കൂടുതൽ സുഭാഷ് ചന്ദ്രബോസ് എന്നുള്ള ഒരു ഏരിയ NTA-യുടെ എക്കാലത്തെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ ഈ ഹിസ്റ്ററിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ ചില ഹോട്ട്സ്പോട്ടുകൾ ഉണ്ടെന്നൊക്കെ പറയാം. കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന, അല്ലെങ്കിൽ മോസ്റ്റ് പ്രോബബിലി ക്വസ്റ്റ്യൻസ് ആസ്ക് ചെയ്യാവുന്ന ഏരിയ. അങ്ങനെയാണ് സുഭാഷ് ചന്ദ്രബോസും INA-യൊക്കെ. ഓക്കെ, സോ INA പറ്റി നമുക്കൊന്ന് പറയാം. സെപ്റ്റംബർ 1942 ക്യാപ്റ്റൻ മോഹൻ സിംഗ് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്, INA ഫോം ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ മോഹൻ സിംഗ് ആണ് INA-യുടെ ഫൗണ്ടർ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. സെപ്റ്റംബർ 1942 വിത്ത് സപ്പോർട്ട് ഓഫ് ദ ജപ്പാനീസ് ആർമിയുടെ സഹായത്തോടു കൂടിയാണ് INA-യുടെ ഫോർമേഷൻ നടന്നിട്ടുള്ളത്. അപ്പൊ INA-യിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നൊക്കെ കൊണ്ടുപോയിട്ടുള്ള പ്രിസണേഴ്സ് ഓഫ് വാസിനെ ഉപയോഗിച്ചിട്ടായിരുന്നു. പിന്നീട് മോഹൻ സിംഗിന് ശേഷം ഈ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡർഷിപ്പ് ആര് ഏറ്റെടുത്തു? രാജ് ബിഹാരി ബോസ് ഏറ്റെടുത്തു. അപ്പം ഇന്ത്യയിലെ ആദ്യകാലത്തെ ഇന്ത്യയിലെ ഒരു ഫസ്റ്റ് ഫേസ് ഓഫ് റെവല്യൂഷണറി ടെററിസ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. പിന്നീട് എന്ത് ചെയ്തു, കുറച്ച് കേസുകളൊക്കെ ആയിട്ട് അദ്ദേഹം പുറത്തായിരുന്നു. പിന്നെ പുറത്തു പോയപ്പം അവിടെ അദ്ദേഹത്തിന് ഈ ഒരു നാഷണൽ മൂവ്മെന്റിന്റെ ഭാഗമാവാനുള്ള ഒരു പ്ലാറ്റ്ഫോം കിട്ടി. അതായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമി എന്നുള്ളത്. അങ്ങനെ ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡർഷിപ്പ് നമ്മുടെ രാജ് ബിഹാരി ബോസ് ഏറ്റെടുക്കുകയാണ്. ഓക്കെ, അപ്പൊ രാജ് ബിഹാരി ബോസിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒന്ന്, ഹി വാസ് എ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ ക്ലബ് ഓഫ് ടോക്കിയോ. ഇന്ത്യൻ ക്ലബ് ഓഫ് ടോക്കിയോയുടെ ഫൗണ്ടർ ആണ് രാജ് ബിഹാരി ബോസ് എന്നുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ടോക്കിയോയുടെ ഫൗണ്ടറും കൂടിയാണ്. അപ്പം ഹു among the following founded ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഇൻ ടോക്കിയോ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻസിൽ മോഹൻ സിംഗും രാജ് ബിഹാരി ബോസും സുഭാഷ് ചന്ദ്രബോസും ഒക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ടോക്കിയോയുടെ ഫൗണ്ടർ അത് രാജ് ബിഹാരി ബോസ് ആണ്. ജൂലൈ 1943 സുഭാഷ് ചന്ദ്രബോസ് മെറ്റ് രാജ് ബിഹാരി ബോസ്. അങ്ങനെ ജൂലൈ 1943 ഇവർ രണ്ടുപേരും അഥവാ സുഭാഷ് ചന്ദ്രബോസും രാജ് ബിഹാരി ബോസും തമ്മിൽ സിംഗപ്പൂരിൽ വെച്ച് കണ്ടുമുട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് എന്താണ്, കോൺഗ്രസും ഒഫീഷ്യലി റിസൈൻ ചെയ്തു. ഒരു വേറെ തന്നെ രീതിയിൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെന്റിനെ അപ്രോച്ച് ചെയ്യാൻ തീരുമാനിച്ചു. ഒക്കെ നിൽക്കുന്ന ഒരു സമയമാണ്. അതിൻ്റെ ഇടയിൽ ഒരു അറസ്റ്റൊക്കെ നടന്നു. അദ്ദേഹം ആൾമാറാട്ടൊക്കെ നടത്തിയിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ എന്ത് ചെയ്തു, രാജ് ബിഹാരി ബോസിനെ മെറ്റ് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, രാജ് ബിഹാരി ബോസ് INA-യുടെ ലീഡർഷിപ്പിൽ ആർക്ക് കൊടുത്തു? സുഭാഷ് ചന്ദ്രബോസിന് INA-യുടെ ലീഡർഷിപ്പ് കൊടുത്തു. ഓക്കെ, ഹി വില്ലിംഗ്ലി ട്രാൻസ്ഫേർഡ് ദ കൺട്രോൾ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ആൻഡ് ദ INA ടു ബോസ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ടോക്കിയോയുടെയും INA-യുടെയും ആ ഒരു കൺട്രോള് സുഭാഷ് ചന്ദ്രബോസിന് രാജ് ബിഹാരി ബോസ് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് INA ലീഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു.
പിന്നീട് ഓഗസ്റ്റ് 25, 1943 ഓഗസ്റ്റ് 25, 1943 സുഭാഷ് ചന്ദ്രബോസ് ബിക്കം ദ സുപ്രീം കമാൻഡർ ഓഫ് INA. INAയുടെ സുപ്രീം കമാൻഡർ ആയിട്ട് സുഭാഷ് ചന്ദ്രബോസ് വരികയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഓൺ ഒക്ടോബർ 21, 1943 സുഭാഷ് ചന്ദ്രബോസ് ഫോംഡ് ദ പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോർ ഫ്രീ ഇന്ത്യ ഇൻ സിംഗപ്പൂർ. ഇതിനെ ബേസ് ചെയ്തിട്ടും ഒരുപാട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഒക്ടോബർ 21, 1943 സുഭാഷ് ചന്ദ്രബോസിന്റെ പ്രൊവിഷണൽ ഗവൺമെന്റ് ഇവിടെ സിംഗപ്പൂരിൽ വെച്ചിട്ട് ഫോം ചെയ്തിട്ടുള്ളത്. ആരൊക്കെയാണ് ഇതിന്റെ മെമ്പേഴ്സ്? ഇതിന്റെ മെമ്പേഴ്സ് ഓരോ ആൾക്കാരുടെയും ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏതാണെന്നുള്ളത്. ഓഫ് കോഴ്സ് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇതിന്റെ ഹെഡ്. ഒട്ടുമിക്ക ക്രൂഷ്യൽ ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ഒക്കെ സുഭാഷ് ചന്ദ്രബോസ് തന്നെയായിരുന്നു ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് കൂടാതെയുള്ള മെമ്പേഴ്സ് ആണ് HC ചാറ്റർജി. അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ളത് ഫൈനാൻസ് ആയിരുന്നു. ഓക്കെ, MA അയ്യർ അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ബ്രോഡ്കാസ്റ്റിംഗ്, ഈ ഒരു പബ്ലിക്കേഷൻസ് ഒക്കെ ആയിരുന്നു MA അയ്യർ ഡിപ്പാർട്ട്മെന്റ്. ആൻഡ് ഈ ഒരു പ്രൊവിഷണൽ ഗവൺമെന്റ് ഫോർ ഫ്രീ ഇന്ത്യ വിച്ച് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ സുഭാഷ് ചന്ദ്രബോസ് ഇൻ 1943 ഇൻ സിംഗപ്പൂർ. അതിലൊരു വിമൻ ഡിപ്പാർട്ട്മെന്റും കൂടി ഉണ്ടായിരുന്നു. ആൻഡ് വിമൻ ഡിപ്പാർട്ട്മെന്റിന്റെ ലീഡർ എന്നുള്ളത് ലക്ഷ്മി സ്വാമിനാഥനായിരുന്നു. ഈ ഒരു വിമൻ ഡിപ്പാർട്ട്മെന്റിന്റെ ലീഡർ എന്നുള്ളത്. ഓക്കെ, ദ പ്രൊവിഷണൽ ഗവൺമെന്റ് ഡിക്ലെയർഡ് വാർ ഓൺ ബ്രിട്ടൻ ആൻഡ് ദ US. ബ്രിട്ടനെതിരെയും US-നെതിരെയൊക്കെ എന്ത് ചെയ്തു? ഇവർ യുദ്ധം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഒരു വിമൻ റെജിമെന്റും, ഈ ആർമിയിൽ ഒരു വിമൻ റെജിമെന്റ് ഉണ്ടായിരുന്നു. അതാണ് റാണി ഝാൻസി റെജിമെന്റ് എന്നുള്ളത്. 1944 ജാനുവരിയിൽ INAയുടെ ഹെഡ് ക്വാർട്ടർ റംഗൂണിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ജപ്പാനിന് റംഗൂണിലേക്ക് INAയുടെ ഹെഡ് ക്വാർട്ടർ ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു. നവംബർ 6, 1943 എന്ത് ചെയ്തു? ജപ്പാനീസ് ആർമി ആൻഡമാനും അതുപോലെ തന്നെ നിക്കോബർ ദ്വീപുകളും ഇത് രണ്ടും INAക്ക് കൈമാറി. നവംബർ 6, 1943 ഒരു സെക്കൻഡ് വേൾഡ് വാർ നിലനിൽക്കുന്ന ഒരു സമയമാണ്. ജപ്പാനീസ് ആർമി എന്ത് ചെയ്തു? ആൻഡമാനും നിക്കോബർ ഐലൻഡും INAക്ക് കൊടുത്തു. അതിനെ സുഭാഷ് ചന്ദ്രബോസ് വേറൊരു പേര് വിളിച്ചു. അതാണ് ഷാഹിദ് ദ്വീപും സ്വരാജ് ദ്വീപും. സോ Andaman is known as ഷാഹിദ് ദ്വീപ് ആൻഡ് നിക്കോബർ is known as സ്വരാജ് ദ്വീപ്. ഓക്കെ, സോ അതിനെ പറ്റിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്. മാർച്ച് 18, 1944 ഇതുവരെ ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഇന്ത്യക്ക് പുറത്തു നിന്നിട്ട് ഇന്ത്യയുടെ നാഷണൽ മൂവ്മെന്റ് അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം വാങ്ങി കൊടുക്കാനുള്ള റാഡിക്കൽ ആൻഡ് റെവല്യൂഷണറി ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. വൺസ് എന്ത് ചെയ്തു? മാർച്ച് 18, 1944 ആയപ്പം ആസാദ് ഹിന്ദു ഫൗജ് എൻറ്റേർഡ് ഇന്ത്യൻ സോയിൽ. അഥവാ നമ്മുടെ ഇന്ത്യൻ നാഷണൽ ആർമി INA എന്ത് ചെയ്തു? ഇന്ത്യൻ സോയിലിലേക്ക് വന്നു ആഫ്റ്റർ ക്രോസിംഗ് ദ ബർമ ബോർഡർ. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം എന്നുള്ളത് INAയുടെ ഫ്ലാഗ് ഇന്ത്യയിൽ എവിടെയാണ് ആദ്യമായിട്ട് ഉയർത്തപ്പെട്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് മണിപ്പൂരിലെ മൊയ്രാങ്കിലാണ്. ഏപ്രിൽ 14, 1944 കേണൽ മാലിക് ആണ് INAയുടെ ഫ്ലാഗ് മണിപ്പൂരിലെ മൊയ്രാങ്കിൽ ഉയർത്തപ്പെട്ടിട്ടുള്ളത്. ആൻഡ് ഇറ്റ്സ് മാർക്ക് ദ ഫസ്റ്റ് ഹോയിസ്റ്റിംഗ് ഓഫ് INA ഫ്ലാഗ് ഓൺ ദ ഇന്ത്യൻ മെയിൻലാൻഡ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് INAയുടെ പതാക ഉയർത്തപ്പെടുന്നത് ഈ ഏപ്രിൽ 14, 1944 മൊയ്രാങ്ങിലെ കേണൽ മാലിക് ആണ്. ഓക്കെ, സോ അന്ന് ആ പതാക ഉയർത്തപ്പെടുമ്പോൾ ജയ് ഹിന്ദ് എന്നും നേതാജി സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. And INA carried out military administration duties at Moirang for 3 months. പിന്നീട് മണിപ്പൂരിലെ മൊയ്രാങ്ങിൽ നിന്നുകൊണ്ട് 3 മാസത്തോളം കാലം അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റീസ് ഒക്കെ ക്യാരിഡ് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ജൂലൈ 18, 1944 INA ബ്രിഗേഡ്സുകൾ വിഡ്രോൺ ചെയ്തത്. കാരണം നമ്മുടെ സെക്കൻഡ് വേൾഡ് വാർ ആ ഒരു സമയത്ത് ജപ്പാൻ ഏത് സമയം പരാജയപ്പെടും എന്നുള്ളൊരു അവസ്ഥയിലേക്കായി. സോ എന്ത് ചെയ്തു? ഇവർ വിഡ്രോൺ ചെയ്തു. INA's hope of liberating the nation were quashed with the Japanese retreat which continued till mid-1945. അങ്ങനെ ഓഗസ്റ്റ് 15, 1945 ജപ്പാൻ സെക്കൻഡ് വേൾഡ് വാറിൽ സറണ്ടർ ചെയ്തതോടുകൂടി INA എന്ത് ചെയ്തു? സറണ്ടർ ചെയ്തു എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് ഓഗസ്റ്റ് 8 ഒക്കെ ആകുമ്പോഴത്തേനും എന്ത് ചെയ്യുന്നുണ്ട്? സുഭാഷ് ചന്ദ്രബോസ് ഒരു പ്ലെയിൻ ക്രാഷിൽ മരണപ്പെട്ടു എന്ന് പറയപ്പെടുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ ബയോഗ്രഫിയാണ് ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്നുള്ളത്. ആൻ ഇന്ത്യൻ പിൽഗ്രിം എന്നുള്ളത് സുഭാഷ് ചന്ദ്രബോസിന്റെ ഓട്ടോബയോഗ്രഫിയാണ്. ആൻഡ് ഇറ്റ് ഈസ് എന്താണ് പൂർത്തിയാക്കിയിട്ടില്ല, ഇൻകംപ്ലീറ്റഡ് ഓട്ടോബയോഗ്രഫിയാണ്. സോ ദിസ് ഈസ് അബൌട്ട് INA. നമ്മൾ ലീഡേഴ്സിൽ ചോദിച്ചതിൽ മോഹൻ സിംഗിന്റെ പേരും സുഭാഷ് ചന്ദ്രബോസിന്റെ പേരും രാജ് ബിഹാരി ബോസിന്റെ പേരൊക്കെ നമ്മൾ കണ്ടു. ആൻഡ് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എന്നുള്ളത് ഷാഹിദ് ദ്വീപ്, സ്വരാജ് ദ്വീപ്, അതുപോലെ തന്നെ രാജ് ബിഹാരി ബോസിന്റെ 2 അസോസിയേഷൻ, ഇന്ത്യൻ ക്ലബ് ഓഫ് ടോക്കിയോയും ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് ഓഫ് ടോക്കിയോയും. ബാക്കി കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാം നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവാം. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഒക്ടോബർ 21, 1943 സുഭാഷ് ചന്ദ്രബോസ് ഒരു പ്രൊവിഷണൽ ഗവൺമെന്റിനെ എവിടെ തുടക്കം കുറിക്കുന്നത്? നമ്മുടെ സിംഗപ്പൂരിൽ
ഫോം ചെയ്യുന്നത്. ആൻഡ് അതിന്റെ മെമ്പേഴ്സ് ആരൊക്കെയാണെന്നുള്ള ചോദ്യവും റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുണ്ട്. Okay, so the next question, which out of the following are correct about the provisional Azad Hind government? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അതന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. The provisional Azad Hind government was announced with headquarters in Singapore. Subhash Chandra Bose became the prime minister of this government. S.A. Iyer was a minister in this government. A.C. Chatterjee was a minister in this government. Lakshmi Swaminathan was a minister in this cabinet. എന്താണ് ചോദിച്ചിട്ടുള്ളത്? പ്രൊവിഷണൽ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ ഹെഡ് ക്വാർട്ടർ സിംഗപ്പൂരിലാണെന്ന് പറയുന്നു. സുഭാഷ് ചന്ദ്രബോസ് അതിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്ന് പറയുന്നു. S.A. അയ്യറും അതുപോലെ തന്നെ A.C. ചാറ്റർജിയും ലക്ഷ്മി സ്വാമിനാഥൻ ഇവരൊക്കെ ഈ ഒരു ക്യാബിനറ്റിലുള്ള മിനിസ്റ്റേഴ്സ് ആണ്. ഇതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അതുപോലെ റോങ് സ്റ്റേറ്റ്മെന്റ് ഒക്കെയാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഓപ്ഷൻ എ ബി ആൻഡ് സി ഓൺലി, ഓപ്ഷൻ ബി എ ബി സി ഡി ഇ, ഓപ്ഷൻ സി എ ബി സി ആൻഡ് ഡി ഓൺലി, ഓപ്ഷൻ ഡി എ ബി ആൻഡ് ഇ ഓൺലി. സോ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എന്ത് മനസ്സിലായി? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയപ്പെടുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്. എ ബി സി ആൻഡ് ഡി ഓൺലി എന്നുള്ളതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. എല്ലാ സ്റ്റേറ്റ്മെന്റും എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, എ ബി സി ഡി എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ് കേട്ടോ. The Provisional Azad Government of Azad India was established by Subhash Chandra Bose in Singapore on October 21st, 1943. അപ്പോൾ ബോസ് ആയിരുന്നു പ്രൈം മിനിസ്റ്റർ, ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, മിനിസ്റ്റർ ഓഫ് വാർ, ഫോറിൻ അഫയേഴ്സ് ആൻഡ് സുപ്രീം കമാൻഡർ ഓഫ് ദ INA. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്തു ചോദിച്ചാൽ അദ്ദേഹം ആയിരുന്നു പ്രൈം മിനിസ്റ്റർ, അദ്ദേഹം ആയിരുന്നു ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്, അദ്ദേഹം തന്നെയായിരുന്നു മിനിസ്റ്റർ ഓഫ് വാർ, അതുപോലെ തന്നെ ഫോറിൻ അഫയേഴ്സ് ആൻഡ് ഹി വാസ് ദ സുപ്രീം കമാൻഡർ ഓഫ് ദ INA എന്നുള്ളത്. ഇനി ഇതിലുള്ള ബാക്കി മെമ്പേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് A.C. ചാറ്റർജി, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഫൈനാൻസ് ആയിരുന്നു. S.A. അയ്യർ, അദ്ദേഹത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് പബ്ലിസിറ്റി ആൻഡ് പ്രൊപ്പഗേണ്ട, ബ്രോഡ്കാസ്റ്റിംഗ്. ലക്ഷ്മി സ്വാമിനാഥൻ, വിമൻസ് ഓർഗനൈസേഷൻ. ഇനി ബാക്കിയുള്ള ഈ ഒരു പ്രൊവിഷണൽ ആസാദ് ഹിന്ദ് ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ബാക്കിയുള്ള ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റീസ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അതൊന്ന് ലഫ്റ്റനന്റ് കേണൽ അസീസ് അഹമ്മദ്, ലഫ്റ്റനന്റ് കേണൽ NS ഭഗത്, ലഫ്റ്റനന്റ് കേണൽ ഷാനവാസ് ഇവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പ്രൊവിഷണൽ ഗവൺമെന്റ് ഓഫ് ആസാദ് ഹിന്ദിന്റെ ഭാഗമായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഇന്ത്യൻ പ്രസ് ഡ്യൂറിംഗ് ബ്രിട്ടീഷ് പീരിയഡ്. The licensing regulation 1823 required every printer and publisher to obtain license for the starting a press or using it. 1823 വന്ന ലൈസൻസിംഗ് റെഗുലേഷൻ പ്രകാരം എല്ലാ പ്രിന്ററും പബ്ലിഷറും ഒരു പ്രസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനുള്ള ഒരു ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ the Governor General had the right to revoke license or call for a fresh application. അങ്ങനെ ഒരു ലൈസൻസ് കൊടുക്കുകയാണെങ്കിൽ ആ ലൈസൻസ് ഇൻ കേസ് ഏതെങ്കിലും സമയത്ത് ഈ മീഡിയ അല്ലെങ്കിൽ ഈ പ്രസ് ഒരു ഗവൺമെന്റിനെതിരെയുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിൽ എഴുതുകയാണെങ്കിൽ അഥവാ സെഡീഷൻ പോലെയൊക്കെ എഴുതുകയാണെങ്കിൽ ആ ഒരു ലൈസൻസ് ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം ഗവർണർ ജനറൽക്ക് ഉണ്ട് എന്നുള്ളതാണ് ലൈസൻസിംഗ് റെഗുലേഷൻ 1823 ഫീച്ചർ ആയിട്ട് പറയപ്പെടുന്നത്. Okay, next statement, the statement B. The emergency caused by the uprising of 1857 led the government to reimpose restrictions on the press. 1857 ആ ഒരു റെവല്യൂഷൻ കാരണം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു പ്രസ്സിന് ആ ഒരു സമയത്ത് പ്രസ്സിനുള്ള റെസ്ട്രിക്ഷൻ കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ 1857 റിവോൾട്ടിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു? ഗവൺമെന്റ് ഈ ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നു. ആക്ട് 15 of 1857 introduced licensing restrictions in addition to the existing registration procedure laid down by Metcalfe Act. In March 1941, the government of India appointed a press inquiry committee and charged with the duty of examination of the existing press laws. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. മാർച്ച് 1941 ഇന്ത്യൻ ഗവൺമെന്റ് ഒരു പ്രസ് എൻക്വയറി കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. എന്നിട്ട് നിലവിൽ നിൽക്കുന്ന പ്രസ് ലോസിനെ പറ്റി പഠിക്കാനും അതിനെ എക്സാമിൻ ചെയ്യാനും ഒക്കെ ആ കമ്മിറ്റിയെ ഏൽപ്പിച്ചു എന്നുള്ളതാണ്. ഓക്കെ, നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡി. The Newspaper Act 1908 empowered the magistrate to confiscate printing press property connected there of newspapers which published objectionable material which served as incitement to murder or acts of violence. 1908 വന്നിട്ടുള്ള ന്യൂസ് പേപ്പേഴ്സ് ആക്ട് മജിസ്ട്രേറ്റിന് എന്ത് ചെയ്യാം?
കണ്ടുകെട്ടാം അല്ലെങ്കിൽ പിടിച്ചെടുക്കാം പ്രിന്റിംഗ് പ്രസ്സും പ്രിന്റിംഗ് പ്രസ്സിന്റെ ബാക്കി പ്രോപ്പർട്ടിയും എന്ത് ഈ ഒരു പ്രിന്റിംഗ് പ്രസ് അല്ലെങ്കിൽ ഈ ഒരു ന്യൂസ് പേപ്പർ ബാക്കിയുള്ള ഗവൺമെന്റിനെതിരെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഗവൺമെന്റിനെതിരെ ചലഞ്ച് ചെയ്യുകയാണെങ്കിൽ. സോ ഇതാണ് തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റുകൾ. ഓക്കെ, അപ്പം ലൈസൻസിങ് റെഗുലേഷൻസിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. 1857 റിവോൾട്ടിന് ശേഷം വന്ന പ്രസ് ആക്ടിനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ആക്ട് സ്റ്റേറ്റ്മെന്റ് സി പറയുന്നു ഒരു എൻക്വയറി കമ്മിറ്റി വെച്ചിട്ടുണ്ട് നിലനിൽക്കുന്ന പ്രസ് ലോസ് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന്. സോ അതിന്റെ വർഷം ക്വസ്റ്റ്യനിൽ 1941 ആണ് തന്നിട്ടുള്ളത്. 1941 ആയിരിക്കുമോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുക. ആൻഡ് സ്റ്റേറ്റ്മെന്റ് ഡി പറയുന്നത് ന്യൂസ് പേപ്പേഴ്സ് ആക്ട് 1908 പറ്റി. ഓക്കെ, so choose the correct answer from the options given below. Option A, B and C only. Option B, B, C and D only. Option C, A, C and D only. Option D, A, B and D only. ഏതാണ് കറക്റ്റ് ആൻസർ വരിക? കറക്റ്റ് ആൻസർ എന്നുള്ളത് എ ബി ആൻഡ് ഡി ഓൺലി എന്നുള്ളതാണ് കേട്ടോ. സി റോങ് ആണ്. 1941 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പ്രസ് എൻക്വയറി കമ്മിറ്റിയെ വെച്ചത്. ഇറ്റ് വാസ് ഇൻ 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒരു പ്രസ് എൻക്വയറി കമ്മിറ്റിയെ വെച്ചിട്ടുള്ളത്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിനൊക്കെ പരിഗണിച്ചു കൊണ്ട് എന്ത് ചെയ്യണം, പുതിയ പ്രസ് ലോസ് വെക്കണം. അതിനു വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് പ്രസ് ലോസിൽ ഏതൊക്കെ പ്രസ് ലോസ് ഒഴിവാക്കണം എന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു 1947 ഒരു പ്രസ് എൻക്വയറി കമ്മിറ്റി വന്നിട്ടുള്ളത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി, എ ബി ഡി ഓൺലി എന്നുള്ളതാണ്. ഇനി ഇവല്യൂഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ് എന്നുള്ളത് നിങ്ങൾ മോഡേൺ ഇന്ത്യക്ക് സ്പെക്ട്രം ഒക്കെയാണ് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ സ്പെക്ട്രത്തിൽ ഈ ഒരു ചാപ്റ്റർ ഉണ്ട്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ഉപകാരപ്പെടും ഈ ഒരു ചാപ്റ്റർ. അതിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ പറയപ്പെടുന്ന എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവല്യൂഷൻ ഓഫ് പ്രിന്റിംഗ് പ്രസ് വരാണെങ്കിൽ ആദ്യമായിട്ട് ഒരു പ്രസ് എന്നുള്ള അല്ലെങ്കിൽ പ്രിന്റിംഗ് പ്രസ്സിലേക്കുള്ള ഒരു ആക്ട് വരുന്നത് സെൻസർഷിപ്പ് ഓഫ് പ്രസ് ആക്ട് ആണ്. 1799 ലോർഡ് വെല്ലസ്ലിയുടെ കാലഘട്ടത്തിൽ. അപ്പോൾ ഒരു വാർ ടൈം സെൻസർഷിപ്പ് ആയിരുന്നു പ്രസിന്റെ മേലെ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ലോർഡ് വെല്ലസ്ലി. അപ്പൊ ഇതിനെ മാറ്റിയിട്ട് 1918 ആകുമ്പോഴത്തേന് ഈ ആക്ടിനെ റിവോക്ക് ചെയ്ത് മാറ്റി ലോർഡ് ഹേസ്റ്റിങ്സ് എന്ത് ചെയ്തു, ഈ ഒരു ആക്ട് പിൻവലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നീട് വരുന്ന ഇമ്പോർട്ടന്റ് ആക്ട് ആയിരുന്നു ലൈസൻസിങ് റെഗുലേഷൻ 1823 എന്നുള്ളത്. ജോൺ ആദംസ് ആയിരുന്നു ഈ ഒരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ ഒരു ആക്ട് പ്രകാരം ഇന്ത്യയിലെ എല്ലാ പ്രസ്സിംഗ് അല്ലെങ്കിൽ എല്ലാ പ്രിന്ററും പബ്ലിഷറും ഒരു ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. ഇന്ന രീതിയിൽ ഒരു പ്രസ് ഒരു പബ്ലിക്കേഷൻ റൺ ചെയ്യുന്നുണ്ടെന്ന് കാണിച്ചുകൊണ്ട് ഒരു ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. ഇനി വെണ്ണവർ ഇവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന കണ്ടന്റിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഗവൺമെന്റിനെതിരെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഫീലിംഗ് ആണെങ്കിൽ അല്ലെങ്കിൽ ഗവൺമെന്റിനെതിരെ പ്രൊപ്പഗാൻഡാസ് നടക്കുന്നുണ്ട് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും, ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് ആ ഒരു ലൈസൻസ് റിവോക്ക് ചെയ്യും അല്ലെങ്കിൽ പിൻവലിക്കും. അതാണ് ജോൺ ആദം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ലൈസൻസിങ് റെഗുലേഷൻ എന്നുള്ളത്. സോ ഈ ഒരു ലൈസൻസിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമാണ് രാംമോഹൻ റോയുടെ മിറാത്തുൽ അക്ബർ എന്ന് പറയപ്പെടുന്ന ജേണല് അതിന്റെ പബ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നത്. ഓക്കെ, സോ ലൈസൻസിങ് റെഗുലേഷൻ 1823 ഭാഗമായിട്ട് സ്റ്റോപ്പ് ചെയ്യപ്പെടേണ്ടി വന്ന ഇമ്പോർട്ടന്റ് ഒരു ജേണലാണ് മിറാത്തുൽ അക്ബർ എന്നുള്ള രാജാ രാംമോഹൻ റോയുടെ ജേണൽ എന്നുള്ളതും ഓർത്തിരിക്കുക. പിന്നെ ഒന്നുകൂടി എന്ത് ചെയ്തു, ഒരു ലിബറേറ്റിംഗ് പ്രസ് റൂൾ വരുന്നത്, ഒന്നുകൂടി സ്വാതന്ത്ര്യം ഈ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തേക്ക് അംഗീകരിച്ചുകൊണ്ട് ഒരു പ്രസ് റൂൾ വരുന്നത് 1835 മെറ്റ്കാഫെ ആക്ട് ആണ്. ലോർഡ് മെറ്റ്കാഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഫോർ ദിസ് ലോർഡ് മെറ്റ്കാഫ് ഈസ് നോൺ ആസ് ദ ലിബറേറ്റർ ഓഫ് ഇന്ത്യൻ പ്രസ്. ഇന്ത്യൻ പ്രസിന്റെ ലിബറേറ്റർ എന്നുള്ള ഒരു ടൈറ്റിൽ ആർക്കുണ്ട്, നമ്മുടെ ലോർഡ് മെറ്റ്കാഫിനുണ്ട്. അദ്ദേഹം എന്ത് ചെയ്തു, നിലനിൽക്കുന്ന ഈ ഒരു വാർ ടൈം സെൻസർഷിപ്പ് ഒക്കെ മാറ്റി എന്ത് ചെയ്തു, കുറച്ചൊക്കെ പ്രസ്സുകൾക്ക് അനുകൂലമായിട്ടുള്ള രീതിയിൽ ആക്ടുകൾ കൊണ്ടുവന്നു. ഇത് കാരണമായിട്ട് പിന്നെ ഒരുപാട് പ്രസ്സുകളും പബ്ലിക്കേഷൻസും ഇന്ത്യയിൽ നടന്നു. ഈ പബ്ലിക്കേഷൻസും പ്രസ്സൊക്കെ എന്ത് ചെയ്തു, ഇന്ത്യയിൽ നിലനിൽക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെയുള്ള പല വാർത്തകളും ന്യൂസുകളൊക്കെ കൊണ്ടുവന്നു. ഇതൊക്കെ എന്തിലേക്ക് ഭാഗമായിട്ടുണ്ട്, 1857 റിവോൾട്ടിലേക്ക് ലയിച്ചിട്ടുണ്ട്. അങ്ങനെ 1857 റിവോൾട്ടിന് ശേഷം വീണ്ടും എന്ത് ചെയ്തു, മെറ്റ്കാഫയുടെ ആക്ട് ലിബറേറ്റിംഗ് ആക്ട് ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇന്ത്യൻ പ്രസ്സുകൾക്ക് കിട്ടി എന്ന് അവർ റിയലൈസ് ചെയ്തു. അപ്പൊ ഈ ഒരു റിയലൈസേഷന്റെ പുറത്ത് എന്ത് ചെയ്തു, വീണ്ടും ഒരു ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ലൈസൻസിങ് ആക്ട് 1857. പിന്നീട് രജിസ്ട്രേഷൻ ആക്ട് 1867. അതെന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യപ്പെടണം. ഇതെന്തിനാണ്, ഇതൊന്നും പ്രസ്സിനെ റെസ്ട്രിക്ട് ചെയ്യാനല്ല, പ്രസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനും മാനേജ് ചെയ്യാനും വേണ്ടി വന്ന ആക്ടാണ് 1867 രജിസ്ട്രേഷൻ ആക്ട് എന്നുള്ളത്. പിന്നീട് വരുന്നതാണ് 1878 ഗാഗിംഗ് ആക്ട് എന്നൊക്കെ വിളിക്കപ്പെടുന്ന വെർണാക്കുലർ പ്രസ് ആക്ട് എന്നുള്ളത്. ഈ വെർണാക്കുലർ പ്രസ് ആക്ട് പ്രകാരം എന്ത് ചെയ്തു, ഒരു വെർണാക്കുലർ ലാംഗ്വേജിൽ എഴുതപ്പെടുന്ന ന്യൂസ് പേപ്പറിൽ ഏതെങ്കിലുമൊക്കെ ഗവൺമെന്റിനെതിരെ എന്തെങ്കിലുമൊക്കെ ന്യൂസ് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും,
പ്രസ് കണ്ടിട്ടും ഇയാൾക്ക് ഈ ഒരു പബ്ലിഷർക്ക് എന്തുണ്ട്, ഇംപ്രിസൺമെന്റ് ഉണ്ട്. പിന്നെ ഇതെന്തില്ല, ഇത് കോർട്ട് ഓഫ് അപ്പീൽ പോകാൻ പറ്റില്ല. പിന്നെ എന്തില്ല, മതിയായിട്ടുള്ള എവിഡൻസ് ഇല്ലെങ്കിൽ പോലും എന്ത് ചെയ്യും, അറസ്റ്റ് ചെയ്യും എന്നൊക്കെയുള്ള അങ്ങേയറ്റം ഒരുപാട് എന്താ പറയാ ഒരു ബ്ലാക്ക് ലോസ് എന്നൊക്കെ പറയുന്ന പോലെ ഭയങ്കരമായിട്ടുള്ള റെസ്ട്രിക്റ്റീവ് ആയിട്ടുള്ള ഒരു ആക്ട് ആയിരുന്നു വെർണാക്കുലർ പ്രസ് ആക്ട് എന്നുള്ളത്. അത് വെർണാക്കുലർ ലാംഗ്വേജിൽ മാത്രം പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന പത്രങ്ങൾക്ക് ഈ പ്രശ്നങ്ങളും ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ഭയങ്കരമായിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേറ്ററി ആക്ട് ആയിട്ടായിരുന്നു ഇതിനെ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ കാലഘട്ടത്തിലാണ് ആദ്യമായിട്ട് ഒരാൾ ഒരു ഇന്ത്യൻ ജേർണലിസ്റ്റ് ഇംപ്രിസൺ ആവുന്നത്. സുരേന്ദ്രനാഥ് ബാനർജിയാണ്. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യൻ ജേർണലിസ്റ്റ് ടു ബി ഇംപ്രിസൺഡ്. ഓക്കെ, സോ ഈ ഒരു വെർണാക്കുലർ പ്രസ് ആക്ടിന്റെ ആ ഒരു പ്രൊവിഷനിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഒറ്റ നൈറ്റ് കൊണ്ട് പബ്ലിക്കേഷൻ എന്താണ് അതിന്റെ ഒരു ലാംഗ്വേജ്, അത് പ്രസിദ്ധീകരിക്കുന്ന ഭാഷ മാറ്റി പ്രസിദ്ധീകരിച്ച പത്രമാണ് അമൃത് ബസാർ പത്രിക എന്നുള്ളത്. എന്ത് ചെയ്തു, അത് പെട്ടെന്ന് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് മാറി. അമൃത് ബസാർ പത്രിക ഓവർനൈറ്റ് ഒറ്റ രാത്രി കൊണ്ട് എന്ത് ചെയ്തു, അമൃത് ബസാർ പത്രിക ഈ ഒരു ആക്ടിന്റെ ആ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് മാറ്റി എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആക്ട് ആണ് നമ്മൾ പറഞ്ഞ ന്യൂസ് പേപ്പർ ആക്ട് 1908 എന്നുള്ളത്. പിന്നെയാണ് 1910 ഇന്ത്യൻ പ്രസ് ആക്ട് 1910. അപ്പൊ ഈ ഒരു ആക്ടുകളെ പറ്റി ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് വായിക്കണമെന്നുണ്ടെങ്കിൽ സ്പെക്ട്രത്തിൽ ആ ഒരു ചാപ്റ്റർ ഉണ്ട്, നിങ്ങൾ എന്ത് ചെയ്യാം, അതൊന്ന് റെഫർ ചെയ്യാം. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, who seized the English factory at Kazim Bazar, marched on to Calcutta and occupied Fort William on 20th June 1756? So see this fourth question. Okay, തായ്പതിൽ ആരാണ് ഇംഗ്ലീഷ് ഫാക്ടറി അറ്റ് കൽക്കട്ട 1756 ജൂൺ 20 സീസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ടിപ്പു സുൽത്താൻ, ഓപ്ഷൻ ബി മിർ ജാഫർ, ഓപ്ഷൻ സി സിറാജ് ദൗല, ഓപ്ഷൻ ഡി മിർ ഖാസിം. നമ്മൾ ബാറ്റിൽ ഓഫ് പ്ലാസി ഒക്കെ പറയുമ്പോൾ ഈ ഒരു ഇൻസിഡന്റ് പറയാറുണ്ട്. തുടരെ എന്താണ്, ഇതും വളരെയധികം ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതാണ് ആൻസർ എന്നുള്ളത്? ഓപ്ഷൻ സി സിറാജ് ദൗലയാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ അല്ലെ. സിറാജ് ദൗലയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കാസിം ബസാറിലുള്ള ഇംഗ്ലീഷ് ഫാക്ടറി പിടിച്ചെടുക്കുകയും അതുപോലെ തന്നെ ഫോർട്ട് വില്യം പിടിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് എന്താ പറയുക സ്റ്റോറീസ് ഒക്കെ ഹിസ്റ്ററിയിലുണ്ട്. ഒരു ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നൊക്കെ പറയുന്ന പോലെ. ബംഗാൾ ആൻഡ് സിറാജ് ദൗല, നമുക്കിതൊന്ന് ബംഗാളിന്റെ ഹിസ്റ്ററി സിറാജ് ദൗലയുടെ പെർസ്പെക്റ്റീവിൽ പെട്ടെന്ന് പറയാം. ബംഗാൾ വാസ് എ റിച്ച് പ്രൊവിൻസസ്. ബംഗാൾ അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലനിൽക്കുന്ന വൺ ഓഫ് ദ റിച്ചസ്റ്റ് പ്രോവിൻസ് ആയിരുന്നു ബംഗാൾ എന്നുള്ളത്. ഒട്ടുമിക്ക മെയിൻ സാധനങ്ങളും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഏരിയ, സാൾട്ട്പീറ്റർ പോലെ, റൈസ്, ഇൻഡിഗോ, പെപ്പർ, ഷുഗർ, സിൽക്ക്, കോട്ടൺ ഒക്കെ പോലെ, അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസും ഇതൊക്കെ യൂറോപ്പിലേക്ക്, കരകൗശല വസ്തുക്കളൊക്കെ യൂറോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന റിച്ചസ്റ്റ് പ്രോവിൻസ് ആയിരുന്നു ബംഗാൾ എന്നുള്ളത്. അങ്ങനെ ഖുർഷിദ് കൂലി ഖാൻ ആയിരുന്നു ബംഗാളിലെ ദിവാൻ എന്നുള്ളത് 1700 മുതൽ 1727 വരെ. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിന്റെ സണ്ണിൻ ലോ ആയിരുന്ന ഷുജാഉദ്ദീൻ എന്ത് ചെയ്തു, 1739 വരെ ഭരിച്ചു. ഷുജാഉദ്ദീന് ശേഷം പിന്നീട് സർഫറാസ് ഖാൻ ആണ് വരുന്നത്. സർഫറാസ് ഖാൻ എന്ത് ചെയ്തു, ഒരു വർഷം ഭരിച്ചു. ഒരു വർഷം ഭരിച്ച ഉടനെ സർഫറാസ് ഖാനെ അലിവർദി ഖാൻ വധിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ എന്ത് ചെയ്തു, അലിവർദി ഖാന് 1756-57 ഒക്കെ ആകുമ്പോഴത്തേനെ ബംഗാളിന്റെ അധികാരം ആർക്ക് കിട്ടി, അലിവർദി ഖാന് കിട്ടി. അലിവർദി ഖാൻ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, മുഗൾ എംപയർക്ക് ട്രൈബ്യൂട്ട് പേ ചെയ്യുന്നത് അദ്ദേഹം അവസാനിപ്പിച്ചു. വിച്ച് മീൻസ് അദ്ദേഹം ബംഗാളിനെ ഇൻഡിപെൻഡന്റ് ആക്കി എന്നുള്ളതാണ്. അവര് മുഗൾ കൺട്രോളിൽ മാറ്റിയിട്ട് ബംഗാളിനെ ഒരു സ്വതന്ത്ര പ്രൊവിൻസ് ആയിട്ട് ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ അലിവർദി ഖാന് ശേഷം അലിവർദി ഖാന്റെ ഗ്രാൻഡ് സൺ ആയിട്ടുള്ള സിറാജ് ദൗല എന്ത് ചെയ്തു, അധികാരത്തിൽ വന്നു. അപ്പൊ സിറാജ് ദൗല വരുമ്പം വളരെ ചെറിയ ഏജിലുള്ള ഒരാളായിരുന്നു. വളരെ ചെറിയ പ്രായത്തിലുള്ള, പക്ഷെ ഭയങ്കരമായിട്ട് നല്ലൊരു എന്താ പറയാ ആ ഒരു മിലിറ്ററി പവറും അതുപോലെ തന്നെ ബാക്കി നല്ല കറേജസ് ആയിട്ടുള്ള ഒരു റൂളർ ആയിരുന്നു സിറാജ് ദൗല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സിറാജ് ദൗലക്ക് കോർട്ടിന്റെ അകത്ത് തന്നെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആർമിയുടെ ക്യാപ്റ്റനായ മിർ ജാഫർ പോലും അദ്ദേഹത്തിന് എതിരായിരുന്നു. മിർ ജാഫറും ജഗത് സേത്തും അതങ്ങനെ ഒരുപാട് ആൾക്കാർ സിറാജ് ദൗലക്ക് കോർട്ടിൽ തന്നെ ശത്രുക്കളായിട്ടുണ്ടായിരുന്നു. സിറാജ് ദൗല അധികാരത്തിൽ വന്ന ശേഷം സിറാജ് ദൗല മനസ്സിലാക്കുകയാണ്, പണ്ട് ഒരു ഫറൂഖ്സിയാറിന്റെ ഫർമാന്റെ ഭാഗമായിട്ടൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ബംഗാളിൽ ചില ട്രേഡ് പ്രിവിലേജുകൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന ട്രേഡ് പ്രിവിലേജുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള രീതിയിൽ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കമ്പനിക്ക് കൊടുത്ത പ്രിവിലേജ് ആയിരുന്നു. ഈ കമ്പനിക്ക് കൊടുത്ത പ്രിവിലേജുകൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ പേഴ്സണൽ ട്രേഡുകളൊക്കെ നടത്തുന്നുണ്ട്, കമ്പനിയുടെ സെർവൻസ് നടത്തുന്നുണ്ട്. സോ അതൊക്കെ കണ്ടപ്പോൾ എന്ത് ചെയ്തു, ഇദ്ദേഹം ഇടപെട്ടു. സിറാജ് ദൗല എന്ത് ചെയ്തു, ഈ ഒരു ട്രേഡ് പ്രിവിലേജുകളൊക്കെ പിൻവലിക്കാനുള്ള നീക്കങ്ങൾ നടത്തി. ഇതേ സമയം നവാബിന്റെ അനുവാദമില്ലാതെ ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു, കൽക്കട്ട ഫോർട്ടിഫൈ ചെയ്തു. അതും എന്ത് ചെയ്തു, സിറാജ് ദൗലയെ വീണ്ടും ഇംഗ്ലീഷുകാർക്കെതിരെയുള്ള ആ ഒരു ദേഷ്യത്തിന്റെ ഇന്റൻസിറ്റി കൂട്ടി.
ഇത് കൂടാതെ പിന്നെ ഒരാളുണ്ടായിരുന്നു സിറാജ് ദൗലയുടെ കോർട്ടിൽ നിന്ന് പുറത്താക്കിയ ഒരാളുണ്ടായിരുന്നു. ഈ അയാളെ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രൊട്ടക്ട് ചെയ്തു. അങ്ങനെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും സിറാജ് ദൗലയും തമ്മിലുള്ള ആ ഒരു ശത്രുത അതിന്റെ കൊടുമുടിയിൽ ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഈ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹം റാലി ചെയ്തു. ഇംഗ്ലീഷ് ഫോർട്ടും അതുപോലെ തന്നെ കൽക്കട്ടയിലെ ഇംഗ്ലീഷ് ഫോർട്ടും കാസിം ബസാറിലെ ഫാക്ടറിയൊക്കെ അദ്ദേഹം അറ്റാക്ക് ചെയ്തു. 20th June 1756 ഈ ഒരു അറ്റാക്ക് നടക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു ഇൻസിഡന്റ് ആണ് പിന്നീട് എന്തിലേക്ക് നയിക്കുന്നത്, ബാറ്റിൽ ഓഫ് പ്ലാസിയിലേക്ക് നയിക്കുന്നത്. അപ്പൊ ഈ ഒരു ബാറ്റിൽ ഓഫ് പ്ലാസിയിലൂടെയാണ് എന്ത് നടന്നിട്ടുള്ളത്, ആ ഒരു ഫൗണ്ടേഷൻ, ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഒരു ഫൗണ്ടേഷൻ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള യുദ്ധം എന്നുള്ളത് ബാറ്റിൽ ഓഫ് പ്ലാസി 1757 ആണ്. അതിലേക്ക് വലിയൊരു ഇൻസിഡന്റ് ആയിരുന്നു ഈ 20th June 1756 ഇൻസിഡന്റ്. അപ്പൊ ഈ ഒരു ഇൻസിഡന്റ് ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്ന് പറയപ്പെടുന്ന ഒരു ഇവന്റ് നമ്മൾ പറയാറുണ്ട്, ഒരു ഇൻസിഡന്റ് നമ്മൾ പറയാറുണ്ട്. ഈ ബ്ലാക്ക് ഹോൾ ട്രാജഡി എന്നുള്ളത് ഇംഗ്ലീഷ് ഹിസ്റ്റോറിയനായിട്ടുള്ള ഹോൾവെൽ ആണ് ഇതിനെപ്പറ്റി മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഈ ഹോൾവെൽ പറയുന്നു, സിറാജ് ദൗല എന്ത് ചെയ്തിട്ടുണ്ട്, 146ഓളം വരുന്ന ഇംഗ്ലീഷ് പ്രിസണേഴ്സിനെ വളരെ ചെറിയ റൂമിൽ പൂട്ടിയിട്ടു. അവരെ സഫോക്കേഷൻ, ശ്വാസതടസ്സം കാരണം അതിലെ 123 പേരും മരിച്ചു. വെറും 23 പേര് മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നുള്ള ഒരു സ്റ്റോറി ഇംഗ്ലീഷ് ഹിസ്റ്റോറിയനായിട്ടുള്ള ഹോൾവെൽ മെൻഷൻ ചെയ്യപ്പെടുന്നുണ്ട്. സോ ഇതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട്, ആരുടെ ഒരു മെൻഷനിങ്ങിലാണ് ഈ ഒരു ബ്ലാക്ക് ഹോൾ ട്രാജഡിയുടെ ഹിസ്റ്ററി പറയപ്പെടുന്നത് എന്നൊക്കെ. ദാറ്റ് ഈസ് ഹോൾവെൽ. ആൻഡ് ഇതിന്റെ ഒതന്റിസിറ്റി ചോദിക്കുകയാണെങ്കിൽ ഒന്നെന്നുള്ളത് ഹോൾവെല്ലിന്റെ മെൻഷനിങ്ങിൽ അല്ലാതെ വേറൊരാളും ഈ ഒരു ഇൻസിഡന്റിനെ പറ്റി മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പല ഹിസ്റ്റോറിയൻസും പറയുന്നു, ഒന്നുകിൽ ഇങ്ങനൊരു ഇൻസിഡന്റ് ഉണ്ടായിരിക്കുന്നില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഉണ്ടായിരിക്കാം, പക്ഷെ എന്ത് ചെയ്തിട്ടുണ്ടാകും, കണക്കുകൾ എക്സാഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവാം എന്നുള്ളത്. കണക്കുകൾ എക്സാഗ്രേറ്റ് ചെയ്ത ഒരു സ്റ്റോറിയാണ് ബ്ലാക്ക് ഹോൾ ട്രാജഡി ഓഫ് സിറാജ് ദൗല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഓക്കെ, എനിവേ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ടെന്നും ഇത് ഹോൾവെൽ ആണ് മെൻഷൻ ചെയ്തിട്ടുള്ളതെന്നും ഇത് സിറാജ് ദൗലയായിട്ട് അസോസിയേറ്റ് ചെയ്തതാണെന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കുക എക്സാം പെർസ്പെക്റ്റീവിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, The permanent settlement was introduced in 1793 by Lord Cornwallis. അപ്പം 1793 ലോർഡ് കോൺവാലിസ് പെർമനന്റ് സെറ്റിൽമെന്റ് എവിടെയൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ബംഗാൾ ആൻഡ് ബീഹാർ, ഓപ്ഷൻ ബി ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ, ഓപ്ഷൻ സി ബംഗാൾ ആൻഡ് മദ്രാസ്, ഓപ്ഷൻ ഡി ബംഗാൾ ആൻഡ് ബോംബെ. എവിടേക്കാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് പെർമനന്റ് സെറ്റിൽമെന്റ്? സോ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്, ബംഗാൾ, ബീഹാർ, ഒറീസ. ഈ 3 പ്രൊവിൻസസിലാണ് 1793 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ പെർമനന്റ് സെറ്റിൽമെന്റിലേക്ക് വരികയാണെങ്കിൽ ഫിലിപ്പ് ഫ്രാൻസിസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ലോർഡ് ഹേസ്റ്റിംഗിന്റെ ആ ഒരു ഗവർണർ ജനറൽ കൗൺസിലിൽ ഉണ്ടായിരുന്ന മെമ്പർ ആയിരുന്നു ഫിലിപ്പ് ഫ്രാൻസിസ്. അദ്ദേഹമാണ് ഒരു പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റിനെ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആദ്യമായിട്ട് മുന്നോട്ട് വെക്കുന്നത്. അത് 1776 ഓക്കെ, സോ അത് ഒരിക്കലും കോൺവാലിസ് ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചൊരു ഐഡിയ ആയിരുന്നില്ല പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കണം. ഫിലിപ്പ് ഫ്രാൻസിസ് ആണ് അത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ലോർഡ് കോൺവാലിസ് വാസ് സെൻഡ് ആസ് ഗവർണർ ജനറൽ. അങ്ങനെ പിന്നീട് 1793 കാലഘട്ടത്തിൽ ലോർഡ് കോൺവാലിസ് ഗവർണർ ജനറൽ ആയ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, അദ്ദേഹം വീണ്ടും പെർമനന്റ് ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഒരു കമ്മിറ്റി, ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ഈ ഒരു ജമീന്ദാരി സിസ്റ്റം ഇതിനെപ്പറ്റി അത് നടപ്പിലാക്കാനും അതിനെപ്പറ്റി മനസ്സിലാക്കാനും വേണ്ടിയിട്ടൊക്കെ ലോർഡ് കോൺവാലിസ് ഒരു കമ്മിറ്റിയെയും അപ്പോയിന്റ് ചെയ്യുന്നുണ്ട്. ഈ കമ്മിറ്റിയിൽ ഒന്നാമത്തെ മെമ്പർ എന്നുള്ളത് ഹി ഹിംസെൽഫ്, ലോർഡ് കോൺവാലിസ് തന്നെയാണ്. പിന്നെയുള്ള മെമ്പർ എന്നുള്ളത് സർ ജോൺ ഷോർ, സർ ജെയിംസ് ഗ്രാൻഡ്. ഇവരെന്ത് ചെയ്തു, ഈ ഒരു ഇഷ്യൂ ഇതിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്മിറ്റി വന്നു. അങ്ങനെയാണ് പെർമനന്റ് സെറ്റിൽമെന്റ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഏകദേശം ഇന്ത്യയുടെ 19% ടെറിറ്ററിയിൽ എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഇന്ത്യയുടെ 19%-ഓളമുള്ള ടെറിറ്ററിയിൽ ആ ഒരു ലാൻഡ് റവന്യൂ സെറ്റിൽമെന്റ് ആയിട്ട് പെർമനന്റ് സെറ്റിൽമെന്റ് അല്ലെങ്കിൽ ജമീന്ദാരി സെറ്റിൽമെന്റ് വെക്കാം എന്നുള്ള തീരുമാനത്തിൽ വന്നു. ആൻഡ് അത് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ബംഗാളിലും ബീഹാറിലും പിന്നീട് ഒറീസയിലേക്കും. അത് കഴിഞ്ഞിട്ടാണ് ഇവിടത്തേക്കൊക്കെ എത്തുന്നത്, ബനാറസിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ 1793 അത് എവിടെയൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അത് ബംഗാൾ, ബീഹാർ, ഒറീസയിലുണ്ട്. ഓക്കെ, പിന്നീട് വാരണാസിയിൽ നോർത്തേൺ മദ്രാസിലേക്കൊക്കെ ഈ ഒരു പെർമനന്റ് റവന്യൂ സെറ്റിൽമെന്റ് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എന്താണ്, ജമീന്ദാർസിനാണ് അധികാരം, ആ ഒരു കൈവശാധികാരം, ലാൻഡിന്റെ പ്രൊപ്പറേറ്ററി റൈറ്റ്സ് എന്നുള്ളത് അത് ജമീന്ദാറിന്റെ കയ്യിലാണുള്ളത്. In 1790, 10-year settlement was made, followed by the permanency in 1793. 1790 ആദ്യമായിട്ട് എന്ത് ചെയ്തു, ഒരു 10-year സെറ്റിൽമെന്റ് മെയ്ഡ് ചെയ്തു. അതിനാണ് ഒരു ഡൈസെന്റിയൽ സെറ്റിൽമെന്റ് എന്നുള്ള പേരിലൊക്കെ പറയപ്പെടുന്നത്.
അത് കഴിഞ്ഞിട്ട് 1793 അതൊരു പെർമനന്റ് സെറ്റിൽമെന്റ് എന്നുള്ള രീതിയിലാക്കി മാറ്റി. ഫിക്സ്ഡ് ടാക്സ് ഇമ്പോസ്ഡ് ഓൺ ലാൻഡ്, അതാണ് പെർമനന്റ് സെറ്റിൽമെന്റിന്റെ ഏറ്റവും വലിയ ഫീച്ചർ എന്നുള്ളത്. ടാക്സ് റേറ്റ് എന്താണ്, അത് ഫിക്സ്ഡ് ആണ്. ഇനി ഇതാര് കളക്ട് ചെയ്യും, ജമീന്ദാസ് കളക്ട് ചെയ്യും, കൾട്ടിവേറ്റേഴ്സിന്റെ ഇടയിൽ നിന്ന്. ഇനി ജമീന്ദാസ് എന്ത് ചെയ്യും, 1/11 ജമീന്ദാർ എടുക്കും, ബാക്കി 10/11 ഗവൺമെന്റിന് കൊടുക്കും. ഇതായിരുന്നു എന്ത്, ആ ഒരു കണക്ക് എന്നുള്ളത്. സോ ഫിക്സ്ഡ് ടാക്സ് വാസ് ഇമ്പോസ്ഡ് ഓൺ ലാൻഡ്, അത് കളക്ട് ചെയ്യുന്ന ആൾ ജമീന്ദാർസ് ആണ്, കൾട്ടിവേറ്റേഴ്സിനാണ്. ജമീന്ദാർസ് were allowed to keep 1/10 to 1/11 of revenue. The rest was given to the company government. Okay. Next question. The independent Republic of India carried out Operation Polo against with the princely states. അപ്പം ഈ ഏത് പ്രിൻസിലി സ്റ്റേറ്റിനെ ഇന്ത്യയിലേക്ക് ഇന്റഗ്രേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ പോളോ എന്ന് പറയപ്പെടുന്ന ഒരു മിലിറ്ററി ഓപ്പറേഷൻ ഇന്ത്യൻ റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടി വന്നിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓക്കെ, സോ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ഇന്ത്യയിലെ ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസിലി സ്റ്റേറ്റ് എന്നുള്ള ടോപ്പിക് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ എ കാശ്മീർ പറയുന്നുണ്ട്, ഓപ്ഷൻ ബി ജോധ്പൂർ, ഓപ്ഷൻ സി ജുനഗർ, ഓപ്ഷൻ ഡി ഹൈദരാബാദ്. ഓപ്പറേഷൻ പോളോ എന്നൊരു മിലിറ്ററി ഓപ്പറേഷൻ എവിടെയാണ്? കറക്റ്റ് ആൻസർ എവിടെയാണ്? ഇവിടെ എന്താണ്, ജോധ്പൂരൊക്കെ നമുക്ക് ഫസ്റ്റ് തന്നെ എലിമിനേറ്റ് ചെയ്യാം. കാരണം എന്താണ്, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഇന്ത്യയുടെ ഭാഗമാവാത്ത പ്രിൻസിലി സ്റ്റേറ്റിൽ ആരില്ല, ജോധ്പൂർ ഇല്ല. കാശ്മീറും ചുനഗഡും ഹൈദരാബാദും ആണ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പം ഇവിടെ കറക്റ്റ് ആൻസർ എന്നുള്ളത് ഹൈദരാബാദാണ്. ഹൈദരാബാദിനെ ഇന്ത്യയുടെ പാർട്ടാക്കുന്നതിന്റെ ഭാഗമായിട്ട് അന്നത്തെ ഇന്ത്യൻ ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടായിരുന്ന മിലിറ്ററി ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ പോളോ എന്നുള്ളത്. So at the time of independence, India comprised two categories of political units, British provinces of princely state. ഇപ്പം എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയിൽ രണ്ട് കാറ്റഗറീസ് ഓഫ് പൊളിറ്റിക്കൽ യൂണിറ്റ്സ് ആണ് ഉള്ളത്. ഒന്ന് ബ്രിട്ടീഷ് പ്രൊവിൻസസും മറ്റൊന്ന് പ്രിൻസ്ലി സ്റ്റേറ്റ്സും ആണ്. അതിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ഈ പ്രിൻസ്ലി സ്റ്റേറ്റ് പറയപ്പെടുന്ന രണ്ടാമത്തെ വിഭാഗമായിട്ടുള്ള പ്രിൻസ്ലി സ്റ്റേറ്റിനോട് എന്താ പറയാ, അവർക്ക് തീരുമാനിക്കാം എന്ത് ചെയ്യാം, അവർക്ക് ഇന്ത്യയിൽ ജോയിൻ ചെയ്യണോ അല്ലെങ്കിൽ പാകിസ്ഥാനിൽ ജോയിൻ ചെയ്യണോ അല്ലെങ്കിൽ രണ്ടിലും ജോയിൻ ചെയ്യാതെ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കണോ എന്നുള്ളത് പ്രിൻസ്ലി സ്റ്റേറ്റിന് തീരുമാനിക്കാം എന്നുള്ളൊരു പ്രൊവിഷൻ ആയിരുന്നു 1947 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്രകാരം എന്ത് ചെയ്തു, ഇന്ത്യയിൽ അന്ന് ടോട്ടൽ ഉണ്ടായിരുന്ന 550 ഇന്ത്യൻ ടെറിട്ടറിയുടെ ഭാഗം കേട്ടോ, ഇപ്പൊ പാർട്ടീഷനൊക്കെ ശേഷം ഇന്ത്യയുടെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത് 552 പ്രിൻസ്ലി സ്റ്റേറ്റ് ആയിരുന്നു. ഈ 552 പ്രിൻസ്ലി സ്റ്റേറ്റ്സിൽ 549 എണ്ണവും എന്ത് ചെയ്തു, ഇന്ത്യയിൽ ജോയിൻ ചെയ്തു എന്നുള്ളതാണ്. 549 എണ്ണവും ഇന്ത്യയിൽ ജോയിൻ ചെയ്തു. അതിൽ 3 ആൾക്കാർ, ബാക്കിയുള്ള 3 ആൾക്കാർ, ഒന്ന് ഹൈദരാബാദാണ്, മറ്റൊന്ന് ചുനഗറാണ്, മറ്റൊന്ന് കാശ്മീരാണ്. അവരെന്ത് ചെയ്തു, they refused to join India. അവർ ഇന്ത്യയുടെ ഭാഗമാവാൻ മടിച്ചു എന്നുള്ളതാണ്. പിന്നീട് കുറച്ച് സമയം എടുത്തിട്ടാണ് ഈ പറയപ്പെടുന്ന ചുനഗഡിനെയും ഹൈദരാബാദിനെയും കാശ്മീരിനെയും ഇന്ത്യയുടെ ഭാഗമാക്കുന്നത്. കാരണം എന്താണ്, അത് ഇന്ത്യൻ മെയിൻലാൻഡിന് അകത്തുള്ള ഒരു ടെറിട്ടറിയാണ്. അപ്പൊ അവിടെ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് റിമൈൻ ചെയ്യുകയാണെങ്കിലോ അല്ലെങ്കിൽ പാകിസ്ഥാനോട് അനുഭാവം പ്രകടിപ്പിച്ച് നിൽക്കുകയാണെങ്കിലോ പിൽക്കാലത്ത് എന്ത് ചെയ്യും, പ്രശ്നങ്ങൾ വരും എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇന്ത്യൻ ഗവൺമെന്റ് ഇടപെട്ടിട്ടാണ് ഇവരെയൊക്കെ ഇന്ത്യയുടെ ഭാഗമാക്കിയിട്ടുള്ളത്. അങ്ങനെ ചുനഗഡിനെ ഒരു ജനഹിത പരിശോധന, ഒരു പ്ലെബിസൈറ്റ്, ഒരു റെഫറൻഡം വഴിയും ഹൈദരാബാദിനെ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്ന ഒരു മിലിറ്ററി അല്ലെങ്കിൽ ഒരു പോലീസ് ആക്ഷൻ വഴിയും കാശ്മീരിനെ ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ സൈൻ ചെയ്യിപ്പിച്ചുമാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ പറയപ്പെടുന്ന 3 പ്രിൻസ്ലി സ്റ്റേറ്റ്സുകളെയും ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ജുനഗഡിന്റെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ജുനഗഡ് ഇന്ത്യയുടെ ഭാഗമാകുന്നത് നവംബർ 1947 ഓഗസ്റ്റ് 15, 1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് നേടിയ സമയത്ത് എന്ത് ചെയ്തു, ജുനഗഡ് ഒന്നുകിൽ പാകിസ്ഥാനിലോട് ജോയിൻ ചെയ്യാനുള്ള ഒരു തീരുമാനം. കാരണം ജുനഗഡിൽ ഒരു നവാബായിരുന്നു, നവാബിന് എന്ത് വേണം, പാകിസ്ഥാനോടായിരുന്നു അനുഭാവം ഉണ്ടായിരുന്നത്. പക്ഷേ അത് പ്രഡോമിനന്റ്ലി ഹിന്ദു പോപ്പുലേഷൻ ആയിരുന്നു ജുനഗഡിൽ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജുനഗഡിന്റെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷനും ഇന്ത്യയിലായതുകൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യും, പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു നമ്മുടെ ഇന്ത്യയുടെ ആൾക്കാർക്ക് മനസ്സിലായി, ഗവൺമെന്റിന് മനസ്സിലായി. അതുകൊണ്ട് സെപ്റ്റംബർ 1947 ഇന്ത്യ ഇമ്പോസ് എ ബ്ലോക്കേഡ് അറൌണ്ട് ജുനഗഡ്. ജുനഗഡിന് ചുറ്റും ഒരു ബ്ലോക്കേഡ് ഇന്ത്യ ഇമ്പോസ് ചെയ്തു ടു പ്രിവെന്റ് ദ നവാബ്സ് കൺട്രോൾ ആൻഡ് പ്രൊട്ടക്ട് ദ മെജോറിറ്റി ഹിന്ദു പോപ്പുലേഷൻ. അങ്ങനെ അന്നത്തെ നവാബ് എന്നുള്ളത് നവാബ് മഹബത്ത് ഖാൻ ആയിരുന്നു. ഒക്ടോബർ 1947 ആയപ്പോൾ നവാബ് മഹബത്ത് ഖാൻ എന്ത് ചെയ്തു, പാകിസ്ഥാനിലേക്ക് നാട് വിട്ടുപോയി. കാരണം ഇന്ത്യൻ ഗവൺമെന്റ് അത്രത്തോളം സ്വാധീനം പുറത്ത് ചെലുത്തിയിട്ടുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഒരു ബ്ലോക്കേഡൊക്കെ ഇമ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നവാബ് മഹബത്ത് ഖാന്റെ എല്ലാവിധ ആക്ടിവിറ്റീസും കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നവാബ് മഹബത്ത് ഖാൻ മനസ്സിലായി തന്റെ ആഗ്രഹം
ചെയ്യാൻ പോകുന്നില്ല, നടക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പാകിസ്ഥാനിലേക്ക് പോയി. നവംബർ 1947 കൂടി ഇന്ത്യൻ ഫോഴ്സസ് ജുനഗഡിന്റെ കൺട്രോൾ ഏറ്റെടുത്തു. അങ്ങനെ ഫെബ്രുവരി 1948 ഒരു പ്ലബിസൈറ്റ്, ഒരു ജനഹിത പരിശോധന നടത്തി. അതുവഴി ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, ജുനഗഡിലെ ആൾക്കാർ ഇന്ത്യ ചൂസ് ചെയ്തിട്ട് ഈ ഇന്ത്യയുടെ ഭാഗമാവാൻ ചൂസ് ചെയ്തു. അങ്ങനെ ഇന്ത്യയുടെ ഭാഗമായിട്ട് ജുനഗഡ് നവംബർ 1947 വന്നു എന്നുള്ളതാണ്. ഓക്കെ, പിന്നെയുള്ളത് കാശ്മീർ ആണ്. കാശ്മീരിലെ മഹാരാജ ഹരിസിംഗ് ഓഫ് ജമ്മു ആയിരുന്നു അന്നത്തെ നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് കാശ്മീരിലെ റൂളർ എന്നുള്ളത്. അപ്പൊ കാശ്മീരിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ റൂളർ എന്താണ്, മെജോറിറ്റി മുസ്ലിം പോപ്പുലേഷൻ ആണ്. ദേ വാണ്ട് ടു ബി ദ പാർട്ട് ഓഫ് പാകിസ്ഥാൻ. പക്ഷെ എന്താണ്, റൂറലിനെ സംബന്ധിച്ച് അദ്ദേഹം എന്ത് ചെയ്യണം, അദ്ദേഹത്തിന് റിമൈൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനാണ് ഇഷ്ടം. ഇവിടെ ഇന്ത്യയുടെ ഭാഗവുമാവുന്നില്ല, പാകിസ്ഥാന്റെ ഭാഗമാവുന്നില്ല, കാശ്മീർ ഒരു ഇൻഡിപെൻഡന്റ് ടെറിട്ടറി ആയിട്ട് നിൽക്കാം എന്നുള്ളതായിരുന്നു മഹാരാജ ഹരിസിംഗ് ഓഫ് ജമ്മു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള അറ്റാക്കുകൾ ഈ ഒരു കാശ്മീരിലേക്ക് വരാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു, ഓഫ് കോഴ്സ് റൂളർ ഒന്ന് പേടിച്ചു പോയി. കാരണം എന്താണ്, ഇവരെ നിലനിൽക്കണമെങ്കിൽ കാശ്മീർ എന്നുള്ള ഒരു ചെറിയ ടെറിട്ടറി നിന്നുകൊണ്ട് പാകിസ്ഥാൻ എന്നുള്ള ഒരു നാഷനെ ഏറ്റുമുട്ടാൻ അത്രത്തോളം പ്രാക്ടിക്കൽ അല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ മഹാരാജ ഹരിസിംഗ് ഇന്ത്യൻ ഗവൺമെന്റിന്റെ സപ്പോർട്ട് തേടി. അങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റ് സപ്പോർട്ട് ചെയ്തു. എന്ത് പറഞ്ഞു, ഈ യുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു പറയപ്പെടുന്ന ഈ പാകിസ്ഥാന്റെ ഇഷ്യൂ റിസോൾവ് ചെയ്ത ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ത്യയുടെ ഭാഗമാവണം എന്നുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ഓഫ് അസഷൻ സൈൻ ചെയ്യിപ്പിച്ചു. പിന്നീട് വീണ്ടും ഒരുപാട് കാലഘട്ടത്തിലേക്ക് ഇന്തോ പാകിസ്ഥാൻ വാർ ഉണ്ടായിരുന്നു. UN ഇടപെട്ടു. ഒരു ലൈൻ ഓഫ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു ലൈൻ പ്രകാരം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു ബൗണ്ടറി കാശ്മീരിൽ വെച്ച് മുറിച്ചു, അപ്പുറത്തും ഇപ്പുറത്തും. So August 1947, Maharaja Hari Singh of Jammu and Kashmir initially desired to remain independent. October 22, 1947, tribal militia supported by Pakistan invaded Kashmir. October 26, 1947, Maharaja Hari Singh signed the instrument of accession to India in exchange for military assistance. അങ്ങനെ ഇന്ത്യൻ ട്രൂപ്സ് ഒക്കെ കാശ്മീരിലെത്തി. അവരാണ് ഫസ്റ്റ് ഇന്തോ പാകിസ്ഥാനി വാർ എന്നറിയപ്പെടുന്നത്. ഇതിന് ശേഷം എന്ത് ചെയ്തു, ഒരു UN ഇടപെടലോടുകൂടി ഒരു സീസ്ഫയറിലെത്തി. അങ്ങനെ എന്താണ്, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ആ ഒരു ബൗണ്ടറി കാശ്മീരിലെ ലൈൻ ഓഫ് കൺട്രോൾ വെച്ചിട്ട് കട്ട് ചെയ്തു. അതാണ് ബൗണ്ടറി എന്ന് തീരുമാനിച്ചു. നെക്സ്റ്റ് ആണ് ഹൈദരാബാദ് എന്നുള്ളത്. ഓഗസ്റ്റ് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പം ഹൈദരാബാദിലെ നിസാം മിർ ഉസ്മാൻ അലി ഖാൻ ആയിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിന് ഇന്ത്യയുടെ ഭാഗമാവേണ്ട, അദ്ദേഹത്തിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിന്നാൽ മതി. അപ്പൊ ഹൈദരാബാദൊക്കെ ഇന്ത്യൻ മെയിൻ ലാൻഡിൽ നിൽക്കുന്ന സെൻട്രലിൽ നിൽക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ എന്ത് ചെയ്യും, അത് പിന്നീട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും എന്നുള്ളത് ഇന്ത്യൻ ഗവൺമെന്റിന് നല്ല വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. ഇതേ സമയം തന്നെ ഈ ഒരു മിർ ഉസ്മാൻ അലി ഖാൻ എന്ന് പറയപ്പെടുന്ന നിസാമിന്റെ പ്രൈവറ്റ് ആർമി എന്ത് ചെയ്തു, ഹൈദരാബാദിൽ നിരന്തരമായിട്ട് വർഗീയ ലഹളകൾ ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു, ഇന്ത്യൻ ഗവൺമെന്റിന് ഇടപെടാതെ രക്ഷയില്ല എന്ന് മനസ്സിലായപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് September 13, 1948 ഒരു ഓപ്പറേഷൻ പോളോ എന്നുള്ള ഒരു മിലിറ്ററി ഓപ്പറേഷൻ ഹൈദരാബാദിൽ ഇമ്പോസ് ചെയ്ത് ടു അനക്സ് ഹൈദരാബാദിനെ അനക്സ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ ഒരു ഓപ്പറേഷൻ പോളോക്ക് ശേഷം 4 ദിവസം ശേഷം, അഥവാ September 17, 1948 ആകുമ്പോഴത്തേനെ നിസാം എന്ത് ചെയ്തു, സറണ്ടർ ചെയ്തു. ഹൈദരാബാദ് ഇന്ത്യയുടെ ഭാഗം. ഓക്കെ, 6th ക്വസ്റ്റ്യൻ ഇതാണ്. അറേഞ്ച് ദ ഫോളോയിങ് ഇൻസിഡൻസ് ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. താഴെ തന്നിരിക്കുന്ന ഇൻസിഡൻസിനെ ഇതിന്റെ കാലഗണനാ ക്രമത്തിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഇൻസിഡന്റ് എന്നുള്ളത് ആംഗ്ലോ ഫ്രഞ്ച് കോൺഫ്ലിക്റ്റ് അറ്റ് കൊറോമണ്ടൽ പോസ്റ്റ്, ആംഗ്ലോ ഫ്രഞ്ച് വാർ. ഓക്കെ, സെക്കൻഡ് വൺ ഫൗണ്ടേഷൻ ഓഫ് ഇമ്പീരിയൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് അഥവാ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ അറ്റ് കൽക്കട്ട. കൽക്കട്ടയിലെ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ ഫൗണ്ടേഷൻ, അതാണ് സൂചിച്ചിട്ടുള്ളത്. തേർഡ് വൺ ദ ഫേമസ് റെസൊല്യൂഷൻ ബൈ ലോർഡ് റിപ്പന്റെ റെസൊല്യൂഷൻ. ഏതുമായിട്ട് ബന്ധപ്പെട്ടെ നമുക്കറിയാം, ലോക്കൽ സെൽഫ് ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള മാഗ്ന കാർട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്നറിയപ്പെടുന്ന റിപ്പൺസ് റെസൊല്യൂഷന്റെ ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ദ പഞ്ചാബ് ആൻഡ് ദ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് വർ അനക്സ്ഡ് ബൈ ദ ബ്രിട്ടീഷ് എംപയർ. പഞ്ചാബും അതുപോലെ തന്നെ നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസും ബ്രിട്ടീഷ് എംപയർ അനക്സ് ചെയ്ത വർഷം. സോ ഇത് 4 വർഷത്തിനെ ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ചിട്ട് ക്രോണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. ഓപ്ഷനിലേക്ക് നോക്കാൻ എളുപ്പമാണ് കേട്ടോ. ആംഗ്ലോ ഫ്രഞ്ച് വാറാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഇപ്പം A ആണ് എന്തായാലും ആദ്യം വരും. A വരുന്ന ഒരു ആൻസറേ ഉള്ളൂ. കാരണം ആംഗ്ലോ ഫ്രഞ്ച് വാർ 1740 കാലഘട്ടത്തിൽ നടന്നിട്ടുണ്ട്. 1763 ഒക്കെ ആകുമ്പോഴത്തേന് നടന്നു കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് പഞ്ചാബ് ആൻഡ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ് അനക്സ് ചെയ്യുന്നത് 1814 ഒക്കെ ആകുമ്പോഴാണ്. ലോർഡ് റിപ്പൺ റെസൊല്യൂഷന്റെ ഇയർ 1882 ആണ്. എപ്പോഴാണ് നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ വർഷം? 1891 ആണ് നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ ഇയർ എന്നുള്ളത്. സോ കറക്റ്റ് ആൻസർ എന്നുള്ളത് A ആദ്യം വരും, പിന്നെ ADCB.
സോ എ ആണ് ആദ്യം വരിക എന്ന് മനസ്സിലാക്കിയാൽ തന്നെ എ വരുന്ന ഒറ്റൊരു ഓപ്ഷനേ ഉള്ളൂ. എ ആദ്യം വരുന്ന ഒരേ ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ എ. അപ്പം ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഭയങ്കര ഈസി ആയിട്ട് ആൻസറിലേക്ക് എത്താം. ആംഗ്ലോ-ഫ്രഞ്ച് വാർ 1740 to 63. ഫൗണ്ടേഷൻ ഓഫ് ഇമ്പീരിയൽ റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റ് അഥവാ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യ അറ്റ് കൽക്കട്ട 1891 ഫേമസ് റെസൊല്യൂഷൻ ബൈ ലോർഡ് റിപ്പർട്ട് വിച്ച് ഈസ് ഓൾസോ കോൾഡ് ദ മാഗ്ന കാർട്ട ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് 1882. The Punjab and the Northwest Frontier Province were annexed by the British Empire at 1849. Okay, so ആദ്യം വരുന്നത് ആംഗ്ലോ-ഫ്രഞ്ച് വാർ ആണ്. പിന്നെന്ത് മീൻസ് കർണാട്ടിക് വാർ കേട്ടോ. നെക്സ്റ്റ് വൺ നമ്മുടെ അനക്സേഷൻ ഓഫ് നോർത്ത് വെസ്റ്റ് ഫ്രോണ്ടിയർ പ്രോവിൻസ്. തേർഡ് വൺ റിപ്പണ്ട് റെസൊല്യൂഷൻ. ഫോർത്ത് വൺ നാഷണൽ ആർക്കൈവ്സ് ഓഫ് ഇന്ത്യയുടെ എസ്റ്റാബ്ലിഷ്മെന്റ്. Okay, hope it is clear. Let's move to the next question. Match list 1 with list 2 ആണ്. ലിസ്റ്റ് 1 ഒരുപാട് പെസന്റ് മൂവ്മെന്റ് ഇന്ത്യയിൽ നടന്നിട്ടുള്ള കർഷക സമരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ലിസ്റ്റ് 2 അതുമായിട്ട് ബന്ധപ്പെട്ട ലീഡേഴ്സിനെയും കൊടുത്തിട്ടുണ്ട്. സോ കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ഓക്കെ, സോ ലിസ്റ്റ് 1 ബിജോലിയ പെസന്റ് മൂവ്മെന്റ്, ബർദോളി സത്യാഗ്രഹ, പ്രഭാഖ മൂവ്മെന്റ്, അവധ് പെസന്റ് മൂവ്മെന്റ്. നെക്സ്റ്റ് ലിസ്റ്റ് 2 വല്ലഭായി പട്ടേൽ, വിജയ് സിംഗ് പത്തിക് ആൻഡ് മാണിക്യലാൽ വർമ്മ, ബാബ രാംചന്ദ്ര, കംബ്രം സിംഗ് ആൻഡ് ഭവൻ സിംഗ്. ഓക്കെ, മാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഓപ്ഷൻസ് കാണിച്ചു തരാം, അപ്പൊ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. A2 B1 C3 D4, option B A2 B1 C4 D3, option C A3 B4 C1 D2, option D A3 B4 C2 D1. ഓക്കെ, ബർദോളി സത്യാഗ്രഹയുടെ ലീഡർ ആരായിരുന്നു? വല്ലഭായ് പട്ടേലാണ്. ബാബ രാംചന്ദ് അവധ് പെസന്റ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻസ് ബി ആണ് വരിക, A2 B1 C4 D3 എന്നുള്ളത്. ഓക്കെ, സോ നമുക്ക് ഓരോ പെസന്റ് മൂവ്മെന്റ് നോക്കാം. ബർദോളി സത്യാഗ്രഹ എന്നുള്ളത് 1928 ഉണ്ടായിരുന്ന ഒരു പെസന്റ് അപ്രൈസിംഗ് ആയിരുന്നു. ഇതിനെതിരെ കൊളോണിയൽ ഗവൺമെന്റിന്റെ ബോംബെ പ്രസിഡൻസിയിലെ ഈ ഒരു കർഷകർക്ക് മേലെയും കൃഷി സാധനങ്ങൾക്ക് മേലേക്കുള്ള നികുതിയിൽ ഉണ്ടാക്കിയ വർധനവ്, ഇൻക്രീസ് ഇൻ ടാക്സ്, അതായിരുന്നു ബർദോളി സത്യാഗ്രഹയിലേക്ക് നയിച്ചിട്ടുള്ള റീസൺ എന്നുള്ളത്. അങ്ങനെ ജൂൺ 1928 1928 ജൂണിലായിരുന്നു ഇത് ഗുജറാത്തിലെ ബർദോളി ഡിസ്ട്രിക്റ്റിൽ വെച്ചിട്ട് ഈ ഒരു പെസന്റ് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആരാണ് ഇത് ലീഡ് ചെയ്തിട്ടുള്ളത്? വല്ലഭായ് പട്ടേൽ. അപ്പൊ ബർദോളി സത്യാഗ്രഹയുടെ ഭാഗമായതുകൊണ്ട് വല്ലഭായ് പട്ടേലിന് കിട്ടിയ ടൈറ്റിൽ ആയിരുന്നു സർദാർ എന്നുള്ളത്. ഈ ബർദോളിയിലെ വിമൻ ആയിരുന്നു വല്ലഭായ് പട്ടേലിനെ സർദാർ എന്ന് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, സോ സർദാർ വല്ലഭായ് പട്ടേൽ ലീഡ് ദിസ് ബർദോളി സത്യാഗ്രഹ ഇൻ 1928. വർഷം ഓർത്തിരിക്കുക. The women who participated in the movement gave him title സർദാർ. അപ്പം ഈ ഒരു മൂവ്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള വിമൻ ആണ് സർദാർ എന്നുള്ള ടൈറ്റിൽ വല്ലഭായ് പട്ടേലിന് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ടു മൊബിലൈസ് ദ പെസന്റ് ദ മൂവ്മെന്റ് യൂസ്ഡ് എ ഡെയിലി ന്യൂസ് പേപ്പർ കോൾഡ് ദ ബർദോളി സത്യാഗ്രഹ പത്രിക. ഇതൊന്നും ഓർത്തിരിക്കണേ, ഒരു ബർദോളി സത്യാഗ്രഹ പത്രിക എന്ന് പറയപ്പെടുന്ന ഒരു ന്യൂസ് പേപ്പർ. ഇപ്പൊ സത്യാഗ്രഹ പത്രിക എന്ന് മാത്രം കണ്ടാലും അത് ബർദോളിയായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. സത്യാഗ്രഹ പത്രിക എന്ന് പറയപ്പെടുന്ന ഒരു ന്യൂസ് പേപ്പർ ഈ ഒരു പെസന്റിനെ മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗുജറാത്തി ലാംഗ്വേജിൽ ഈ ഒരു പെസന്റ് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ന്യൂസ് പേപ്പറാണ്. അങ്ങനെ വല്ലഭായ് പട്ടേൽ ബ്രിട്ടീഷ് ഗവൺമെന്റുമായിട്ട് നടത്തിയിട്ടുള്ള നെഗോഷിയേഷൻ ചർച്ചകൾ കാരണം എന്ത് ചെയ്തു, ഈ ടാക്സിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അങ്ങനെ ഒരു ബർദോളി സത്യാഗ്രഹ എന്നുള്ളത് സക്സസ്ഫുൾ ആയിരുന്നു. നെക്സ്റ്റ് ആയിരുന്നു ബിജോലിയ പെസന്റ് മൂവ്മെന്റ് എന്നുള്ളത്. ബിജോലിയ പെസന്റ് മൂവ്മെന്റ് വിജയ് സിംഗ് പത്തിക്കും മാണിക്യലാൽ വർമ്മയായിരുന്നു ബിജോലിയ കിസാൻ ആന്തോളൻ അല്ലെങ്കിൽ ബിജോലിയ പെസന്റ് മൂവ്മെന്റിന്റെ ലീഡേഴ്സ് എന്നുള്ളത്. ഇത് രാജസ്ഥാൻ ബേസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പെസന്റ് മൂവ്മെന്റ് ആയിരുന്നു ബിജോലിയ പെസന്റ് മൂവ്മെന്റ് എന്നുള്ളത്. അപ്പൊ ലീഡേഴ്സ് ആരൊക്കെയാണ്? വിജയ് സിംഗ് പത്തിക്കും മാണിക്യലാൽ വർമ്മയും. ബിജോലിയ കിസാൻ ആന്തോളൻ വാസ് ഫസ്റ്റ് പെസന്റ് മൂവ്മെന്റ് ഇൻ രാജസ്ഥാൻ. അപ്പം രാജസ്ഥാനിൽ ഉണ്ടായിരുന്ന ആദ്യത്തെ കർഷക സമരം കൂടിയായിരുന്നു ബിജോലിയ പെസന്റ് മൂവ്മെന്റ്. അവർ വിളിച്ചിട്ടുള്ളത് ബിജോലിയ കിസാൻ ആന്തോളൻ എന്നുള്ളത്. അപ്പൊ ഒരു 44 വർഷക്കാലം 1897 തുടങ്ങിയിട്ടുണ്ടായിരുന്ന ഈ ഒരു പെസന്റ് മൂവ്മെന്റ് 1941 വരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു പെസന്റ് മൂവ്മെന്റ് അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാണിക്യലാൽ വർമ്മ ഇതിലെ ലീഡറായിരുന്ന മാണിക്യലാൽ വർമ്മ ഫൗണ്ട് ചെയ്തിട്ടുള്ള മറ്റൊരു ഓർഗനൈസേഷൻ ആണ് മെവാർ പ്രജാമണ്ഡൽ എന്നുള്ളത്.
നെക്സ്റ്റ് ആണ് തെബാഗ മൂവ്മെന്റ് എന്നുള്ളത്. ഓക്കെ, സോ തെബാഗ മൂവ്മെന്റ് 1946 ഇറ്റ്സ് സിഗ്നിഫിക്കന്റ് പെസന്റ് അജിറ്റേഷൻ ലോഞ്ച് ബംഗാളിലാണ്. ഓക്കെ, അപ്പൊ തെബാഗ എന്താണ് 3 shares ഓഫ് ദ ക്രോപ്പ് എന്നാണ്, 3 ഭാഗം എന്നാണ് അർത്ഥം. ഈ 3 ഭാഗം ബ്രിട്ടീഷുകാർക്ക് ടാക്സ് ആയിട്ട് കൊടുക്കണം എന്നുള്ള ഒരു ഓർഡറിനെതിരെ നടന്ന മൂവ്മെന്റ് ആണ്. അപ്പൊ ഇത് ആരാണ് ലീഡ് ചെയ്തിട്ടുള്ളത്? ബൈ ദ ബംഗീയ പ്രദേശിക് കിസാൻ സഭ. ഈ തെബാഗ മൂവ്മെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ബംഗീയ പ്രദേശിക് കിസാൻ സഭ എന്ന് പറയുന്ന ആളാണ്. അത് ഒരു മൂവ്മെന്റ് ആണ്, പെസന്റ് ഫ്രണ്ട് ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. അന്നത്തെ CPIയുടെ കർഷക മുന്നണിയായിരുന്ന ബംഗീയ പ്രദേശിക് കിസാൻ സഭയാണ് തെബാഗ മൂവ്മെന്റ് ലോഞ്ച് ചെയ്തിട്ടുള്ളത് ബംഗാളിൽ. അപ്പൊ ദ ടേം മീൻസ് 3 shares ഓഫ് ദ ക്രോപ്പ്. അപ്പൊ ഇതിന്റെ ലീഡേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ ദ മൂവ്മെന്റ്സ് ലീഡേഴ്സ് ഇൻക്ലൂഡ് കംബ്രം സിംഗ്, ഭവാൻ സിംഗ് ആൻഡ് ഹരികൃഷ്ണ കൊനാർ. ഇവർ 3 പേരുമാണ് ഈ ഒരു മൂവ്മെന്റിന്റെ ലീഡേഴ്സ് എന്നുള്ളത്. ആരൊക്കെയുണ്ട്? കംബ്രം സിംഗ്, ഭവാൻ സിംഗ്, ഹരികൃഷ്ണ കൊനാർ. അപ്പൊ ബംഗീയ പ്രദേശിക് കിസാൻ സഭയും ഓർത്തിരിക്കുക. അവർ ലോഞ്ച് ചെയ്തിട്ടുള്ള പെസന്റ് മൂവ്മെന്റ് ആണ് നമ്മുടെ തെബാഗ മൂവ്മെന്റ് എന്നുള്ളത് ബംഗാളിൽ 1946. നെക്സ്റ്റ് ആണ് അവധ് കിസാൻ പെസന്റ് മൂവ്മെന്റ് എന്നുള്ളത്. So Awadh peasant movement was a part of the non-cooperation movement. നമ്മുടെ നോൺ കോപ്പറേഷൻ ഗാന്ധി ലോഞ്ച് ചെയ്തിട്ടുള്ള നിസ്സഹകരണ പ്രസ്ഥാനം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നടന്നിട്ടുള്ള ഒരു കർഷക സമരമായിരുന്നു അവധ് പെസന്റ് മൂവ്മെന്റ് എന്നുള്ളത്. അതിന്റെ ലീഡർ എന്നുള്ളത് ബാബ രാംചന്ദ്രയാണ്. He was a സന്യാസി who had previously worked as an intended ലാബറായിട്ട് ഫിജിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സന്യാസിയായിരുന്നു ബാബ രാംചന്ദ്ര എന്നുള്ളത്. സോ എന്തൊക്കെയായിരുന്നു അവധ് പെസന്റ് മൂവ്മെന്റ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഡിമാൻഡ്സ് എന്ന് നോക്കുകയാണെങ്കിൽ, ഒന്ന് എന്ത് ചെയ്യണം? റെന്റ് റേറ്റ് കുറക്കണം. അതുപോലെ തന്നെ ബെഗർ എന്ന് പറയപ്പെടുന്ന ഈ ഒരു ലേബേഴ്സിനെ ചൂഷണം ചെയ്യുന്ന, അവർ കൂലി ഇല്ലാതെ തൊഴിലെടുത്തു കൊടുക്കുന്ന നിർബന്ധിത തൊഴിൽ സിസ്റ്റം, ബെഗർ സിസ്റ്റം. ഈ ബെഗർ സിസ്റ്റത്തിനെ അബോളിഷ് ചെയ്യണം എന്നുള്ളതായിരുന്നു അവധ് പെസന്റ് മൂവ്മെന്റ് മുന്നോട്ട് വെച്ച മറ്റൊരു ഡിമാൻഡ് എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഭയങ്കരമായിട്ട് പെസൻസിനെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്യുന്ന നാട്ടുപ്രമാണികൾ അല്ലെങ്കിൽ ഭൂവുടമകൾ ഉണ്ടാവും. ഈ ഭൂവുടമകളെ എന്ത് ചെയ്യണം? സോഷ്യൽ ബോയ്ക്കോട്ട് ചെയ്യണം. ഇതൊക്കെയായിരുന്നു അവധ് പെസന്റ് മൂവ്മെന്റ് മുന്നോട്ട് വെച്ചിരുന്ന ഒരു എയിം അല്ലെങ്കിൽ ഐഡിയോളജി എന്നുള്ളത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ 1855 to 56 the tribesmen of Bihar and Bengal rose up armed with axes, bows and arrows temporarily swept away British rule from their area. അപ്പൊ ഇത് പറയപ്പെടുന്നത് ഒരു ട്രൈബൽ മൂവ്മെന്റിനെ പറ്റിയിട്ടാണ്. 1855-56 കാലഘട്ടത്തിൽ ബീഹാർ, ബംഗാൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറച്ച് ട്രൈബൽ ഗ്രൂപ്പ്സ് ഒരു ആർമഡ് റിബല്യൻ ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നടത്തിയിട്ടുണ്ടായിരുന്നു. വിച്ച് വാസ് സക്സസ്. എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആ ഒരു ഏരിയയിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ സ്വാധീനം ഒഴിവാക്കാനും അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനുള്ള ഒരു തീരുമാനം ഈ ഒരു റിബല്യൻ കാരണം ഉണ്ടായി. ഏതാണ് ആ പറയപ്പെടുന്നത് അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുന്ന റിബല്യൻ ഏതാണ് എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ മുണ്ട റിബല്യൻ, ഓപ്ഷൻ ബി സന്താൾ റിബല്യൻ, ഓപ്ഷൻ സി പൈക്ക റിബല്യൻ, ഓപ്ഷൻ ഡി ഭീൽസ് റിബല്യൻ. ഏതാണ്? സന്താൾ പ്രക്ഷോഭമാണ് കേട്ടോ. 1855 to 56 ബീഹാർ എന്നൊക്കെ കാണുമ്പോൾ തന്നെ സന്താൾ എടുക്കണം. സിദ്ധു ആൻഡ് കൻഹം എന്നെല്ലാം നമ്മൾ വളരെ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. സോ സന്താൾസ് അവർ താമസിച്ചിട്ടുണ്ടായിരുന്ന രാജ്മഹൽ ഏരിയ എന്ന് പറയുന്ന ഏരിയയിലാണ്. 1780s അവർ എന്ത് ചെയ്തു? അവിടെ അവർ സെറ്റിൽഡ് ലൈഫ് ഈ സന്താൾ വിഭാഗത്തിൽപ്പെടുന്ന ട്രൈബൽ ഗ്രൂപ്പ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം 1793 നമ്മുടെ എന്ത് വന്നിട്ടുണ്ട്? 1793 ലോർഡ് കോൺവാലിസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട്. ഇത് പ്രകാരം ടാക്സസ് ലെവിഡ് ബൈ ദ ഗവൺമെന്റ് അണ്ടർ ദ പെർമനന്റ് സെറ്റിൽമെന്റ് ആക്ട് ഓൺ ദർ ലാൻഡ് വർ ഹെവി ആൻഡ് മണി ഹാഡ് ടു ബി ബോറോഡ് ടു പേ ഓഫ് ഡെബ്റ്റ്സ്. അപ്പൊ ഈ ഒരു രാജ്മഹൽ ഏരിയാസിൽ ഇവർക്ക് പണ്ട് മുഗൾസ് കാലഘട്ടത്തിലെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ ഒരു ഏരിയ എന്നുള്ളത് ഒരു മലയുടെ ഒരു മലമടക്ക് എന്നൊക്കെ പറയുന്ന സ്ഥലമാണ്. ഇവിടെ ട്രൈബൽ ഗ്രൂപ്പ്സ് തന്നെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് ടാക്സ് എന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പേയ്മെന്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു ഏരിയക്ക്. പക്ഷെ എന്ത് ചെയ്തു? ഈ ഒരു പെർമനന്റ് സെറ്റിൽമെന്റ് വന്നപ്പം ഈ ഒരു ഏരിയയും ടാക്സേഷന്റെ കണക്കിൽപ്പെടുത്തി ഭയങ്കരമായിട്ടുള്ള ടാക്സ് ഇമ്പോസ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എന്ത് ചെയ്തു? ഈ ഒരു സന്താൾ വിഭാഗത്തിൽപ്പെട്ട കർഷകർക്ക് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഈ ടാക്സ് അടക്കാൻ പറ്റില്ല. അപ്പൊ ഓഫ് കോഴ്സ് അവരെന്ത് ചെയ്യണം? മണി ലെൻഡേഴ്സിന്റെ അടുത്ത് നിന്ന് പൈസ കടം വാങ്ങുന്ന ഒരു കണ്ടീഷൻ അവിടെ ക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ്. ഈ മണി ലെൻഡേഴ്സ് ഇവരാരും എന്തല്ല? ട്രൈബൽസ് അല്ല, അല്ലെങ്കിൽ സന്താളല്ല ഇവിടെയുള്ള മണി ലെൻഡേഴ്സ് എന്നുള്ളത്. അവർ പുറത്തുനിന്ന് വരുന്ന ഔട്ട്സൈഡേഴ്സ് ആണ് മണി ലെൻഡേഴ്സ് എന്നുള്ളത്. അപ്പൊ അവരെ ദിക്കൂസ് എന്നാണ് ഇവർ വിളിക്കാറുള്ളത്. അപ്പൊ ഈ ദിക്കൂസ് എന്ത് ചെയ്യും? ഇവർക്ക് യാതൊരു ദയാദാക്ഷിണവും ഈ സന്താൾസിനോടില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? ഭയങ്കരമായിട്ടുള്ള പലിശ നിരക്കിലാണ് ഈ ഒരു പൈസ ഇവർക്ക് കടം കൊടുത്തിട്ടുള്ളത്. ഓഫ് കോഴ്സ് ഈ ദിക്കൂസിനെ അറിയാം, താൻ എത്ര പലിശ നിരക്ക് കൂട്ടിയാലും തന്റെ കയ്യിൽ നിന്ന് ഇത് വാങ്ങും എന്നുള്ളത് ആർക്കറിയാം? ദിക്കൂസിനെ അറിയാം. കാരണം എന്ത് ചെയ്യണം? ഈ സന്താൾസിന് ഇത് കിട്ടിയിട്ട് വേണം ബ്രിട്ടീഷ് ഗവൺമെന്റിന് ടാക്സ് അടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ
ഇവരുടെ ഒരുപാട് സ്ഥലങ്ങൾ ഇവർക്ക് എന്ത് ചെയ്തു, മണി ലെൻഡേഴ്സ് നിന്ന് വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഈ മണി ലെൻഡേഴ്സും ജമീന്ദാർസും ഒക്കെ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥ ഉണ്ടായി. അങ്ങനെയാണ് ഇവർ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രതിഷേധിക്കുക അല്ലെങ്കിൽ പ്രക്ഷോഭത്തിൽ ഇവർ മുതിരുന്നത്. സോ ദ റിബല്യൺ സൂൺ ടേൺ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരു പെസന്റ് അല്ലെങ്കിൽ ഒരു ഇവരും മണി ലെൻഡേഴ്സും ജമീന്ദാർസും ഒക്കെ തമ്മിൽ നടന്ന ഒരു പ്രശ്നം പെട്ടെന്ന് എന്തായി മാറി, അതൊരു നാഷണൽ മൂവ്മെന്റ് എന്നൊരു ഒരു ഐഡിയോളജിയിലേക്ക് മാറാണ് ചെയ്തിട്ടുള്ളത്. ബ്രിട്ടീഷ് കൊളോണിയൽ ഗവൺമെന്റിനെതിരെ ഒരു മൂവ്മെന്റ് ആയിട്ട് അത് മാറാണ് ചെയ്തിട്ടുള്ളത്. സോ സന്താൾസ് ഈ ഒരു മൂവ്മെന്റ് വിളിച്ചത് ഹുൾ എന്നുള്ളതാണ്. മീനിങ് എ മൂവ്മെന്റ് ഫോർ ലിബറേഷൻ, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭം എന്നുള്ളതായിരുന്നു സന്താൾസ് ഈ ഒരു മൂവ്മെന്റിനെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഈ മൂവ്മെന്റ് ലീഡ് ചെയ്തിട്ടുള്ളത് സിദ്ധു ആൻഡ് കൻഹു എന്ന് പറയപ്പെടുന്ന രണ്ട് ട്രൈബൽ യുവാക്കളാണ്. ദേ ആൻഡ് കമ്പനി റൂൾ ആൻഡ് കർവ് ഔട്ട് ആൻ ഓട്ടോണോമസ് ടെറിട്ടറി. ഇപ്പൊ ഈ ഒരു ഏരിയ ഇവർ താമസിക്കുന്ന രാജ്മഹൽ ഏരിയയിൽ എന്ത് ചെയ്തു, ഈ കമ്പനി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെപ്രസെന്റേറ്റീവ്സിനൊക്കെ പുറത്തിറക്കി അവരൊരു ഓട്ടോണോമസ് ടെറിട്ടറി ഈ ഒരു മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നേടിയെടുത്തു എന്നുള്ളതാണ്. അപ്പൊ ഇത് ജമീന്ദാർസിനും മണി ലെൻഡേഴ്സിനെതിരെ തുടങ്ങിയ ഒരു പ്രക്ഷോഭം എന്തായി മാറി, അതൊരു ആന്റി ബ്രിട്ടീഷ് ക്യാരക്ടറിലേക്ക് എത്തി. ഇവർ ഭയങ്കരമായിട്ട് ഗൊറില്ല വാർഫെയർ ടാക്ടിക്സ് ഒക്കെ ഈ ഒരു സന്താൽ റിബല്യനിൽ ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് എന്ത് ചെയ്തു, ബ്രിട്ടീഷ് ഇവരോട് സഹകരിക്കാൻ അല്ലെങ്കിൽ ഇവരുമായിട്ടുള്ള ഒരു ധാരണയിലെത്താൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർബന്ധിതമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ സന്താൽ പർഗാന എന്നുള്ള പേരിൽ ഒരു പർഗാന ക്രിയേറ്റ് ചെയ്തു. ഇവർ ക്രിയേറ്റഡ് ഔട്ട് ഓഫ് ദ ഡിസ്ട്രിക്ട്സ് ഓഫ് ബഗൽപൂർ ആൻഡ് ബിർഭൂം. അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇവർക്ക് ട്രൈബൽസിന് പ്രത്യേക പരിരക്ഷണയും പ്രത്യേക നിയമങ്ങളൊക്കെ ആയിട്ട് ഈ ഒരു സന്താൽ പർഗാനയിൽ താമസിക്കാം എന്നുള്ള ഒരു കണ്ടീഷനിലേക്ക് എത്തി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബൈ 1623 the English East India Company had established factories. എവിടെയൊക്കെ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് 1623 ആകുമ്പോഴത്തേക്ക് എവിടെയൊക്കെ എന്തുണ്ടായിരുന്നു, ഫാക്ടറികൾ ഉണ്ടായിരുന്നു, ഏതൊക്കെ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ബറോദ, കൽക്കത്ത, ഹൈദരാബാദ്, ബ്രോച്ച്, അഹമ്മദാബാദ്, ആഗ്ര, മസൂലിപട്ടണം, ബിക്കനേർ, പാനിപ്പട്ട, മൈസൂർ, ബോംബെ, ചന്ദ്രനഗർ, പോണ്ടിച്ചേരി. എവിടെയൊക്കെ ഉണ്ടായിരുന്നു? കമ്പാരിറ്റീവ്ലി കുറച്ച് ടഫ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മസൂലി പട്ടണത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ ഓപ്ഷൻ ബി എടുക്കാൻ പറ്റും. കാരണം എന്താണ്, 1623 ആകുമ്പോഴത്തേനും മസൂലി പട്ടണത്തിൽ അവർ ഫാക്ടറി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള ആ ഒരു ഫാക്ട് നിങ്ങൾക്ക് അറിയെങ്കിൽ ബാക്കിയുള്ളതൊന്നും അറിയില്ല, കൺഫ്യൂസ്ഡ് ആകില്ല. കാരണം അവിടെ മാത്രമേ എന്ത് വരുന്നുള്ളൂ, മസൂലി പട്ടണം വരുന്നുള്ളൂ. സോ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആ ഒരു എസ്റ്റാബ്ലിഷ് അല്ലെങ്കിൽ ഫോർമാറ്റീവ് ഇയേഴ്സ് പറയുകയാണെങ്കിൽ 1616 ആകുമ്പോഴത്തേനും എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി അവരുടെ ഫസ്റ്റ് ഫാക്ടറി ഇൻ സൗത്ത് അത് മസൂലി പട്ടണത്തിൽ തുടങ്ങിയിട്ടുണ്ട്. സോ 1623 ആകുമ്പോഴത്തേനും അവർക്ക് എവിടെ എന്തായാലും ഉണ്ടാവണം, മസൂലി പട്ടണത്തിൽ ഉണ്ടാവണം. സോ മസൂലി പട്ടണം എന്നുള്ളത് ഓപ്ഷൻ ബിയിൽ മാത്രമേ ഉള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ഫാക്ടറിയുമെങ്കിൽ എന്തില്ല, കൺഫ്യൂഷന്റെ ആവശ്യമില്ല എന്നുള്ളത്. 1600-ലാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. 1609 വില്യം ഹോക്കിൻസ് ജഹാംഗീറിന്റെ കോർട്ടിൽ വരുന്നു, എന്ത് ചോദിക്കുന്നു, ട്രേഡിനുള്ള പെർമിഷൻ ചോദിക്കുന്നു. അങ്ങനെ ഒരുപാട് ബിസിനസ് നടക്കുന്നു. പിന്നെ വീണ്ടും വരുന്നു. അങ്ങനെ സൂറത്തിൽ ലാസ്റ്റ് എന്ത് കിട്ടി, ഒരു ഫാക്ടറി ഉണ്ടാക്കാനുള്ള പെർമിഷൻ സൂറത്തിൽ ഉണ്ടാക്കാൻ കിട്ടി. 1650 തോമസ് റ്യൂ നമ്മുടെ ബ്രിട്ടൻ ഗവൺമെന്റ് രാജാവായിട്ടുള്ള ജെയിംസ് ഫസ്റ്റിന്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ട് വന്നു. അദ്ദേഹം എന്ത് ചെയ്തു, കുറച്ച് ഫർമാൻസ് ഒക്കെ നേടിയെടുത്തു. അങ്ങനെ 1616 സൗത്തിൽ ഇവരുടെ ആദ്യത്തെ ഫാക്ടറി വരികയാണ്, അത് മസൂലി പട്ടണത്തിലാണ്. 1632 ആകുമ്പോഴത്തേന് എന്ത് കിട്ടി, നമ്മുടെ സുൽത്താൻ ഓഫ് ഗോൽക്കണ്ടയുടെ കയ്യിൽ നിന്ന് ഗോൾഡൻ ഫെർമന് കിട്ടി. ഈ ഗോൾഡൻ ഫെർമന്റെ ഭാഗമായിട്ട് ആ ഒരു ഏരിയയിൽ ട്രേഡിലുള്ള റൈറ്റും കിട്ടി. 1633 കമ്പനി എസ്റ്റാബ്ലിഷ് ഫസ്റ്റ് ഫാക്ടറി ഈസ്റ്റ് ഇന്ത്യ. ഈസ്റ്റ് ഇന്ത്യയിലെ കമ്പനിയുടെ ആദ്യത്തെ ഫാക്ടറി വരികയാണ്, അത് ഒഡീസയിലെ ഹരിഹർപൂറിൽ. അപ്പൊ സൗത്തിലെ ആദ്യത്തത് മസൂലി പട്ടണത്തിലെ 1616-ലാണ്, ഈസ്റ്റിലെ ഒഡീസയിലെ ഹരിഹർപൂറിലാണ് 1633. ഓക്കെ, 39 ആകുമ്പോഴത്തേനെ കമ്പനിക്ക് മദ്രാസ് കിട്ടി. 51 ആകുമ്പോഴത്തേനെ കമ്പനിക്ക് എന്ത് കിട്ടി, ഹൂഗ്ലിയിലുള്ള കച്ചവടാവകാശം കിട്ടി. 1662 ചാൾസ് സെക്കൻഡിന്റെ കാലഘട്ടത്തിൽ എന്ത് ചെയ്തു, മറ്റേ ബോംബെ ഇൻസിഡന്റ്, ബോംബെ ഡൗറി ആയിട്ട് കൊടുത്ത ഒരു ഇൻസിഡന്റ്. 1667 ഔറംഗസേബ് ഗേവ് ദ ഇംഗ്ലീഷ് എ ഫർമാൻ ഫോർ ട്രേഡ് ഇൻ ബംഗാൾ. ഔറംഗസേബിന്റെ ഫർമാൻ കിട്ടി, അതിലും കുറച്ച് ട്രേഡ് പ്രിവിലേജുകൾ കിട്ടി. പിന്നെ 1617 എന്ത് കിട്ടി, ഫറൂഖ് സിയാന്റെ റോയൽ ഫർമാന് കിട്ടി. ഇതോടുകൂടി കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യാം, ഇവിടെ വേണമെങ്കിലും ഫാക്ടറി എടുക്കാനുള്ള ഒരു കൽപ്പിലേക്ക് ഇത് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ദിസ് ഫർമാൻ ഈസ് ഓൾസോ കോൾഡ് മാഗ്ന കാർട്ട. ഇവിടെ ഇംഗ്ലീഷ് ട്രേഡിൽ മാഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് ഈ ഒരു ഫർമാനാണ്, ഫറൂഖ് സിയാന്റെ ഫർമാൻ. ഇത് ഭാഗമായിട്ടാണ് ബംഗാളൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ഈ ഒരു പ്രശ്നത്തിലേക്ക് വലിച്ചേക്കപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, സോ ഇതാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഫോർമാറ്റീവ് ഇയേഴ്സ്. നമ്മൾ ഒരു 10ഓളം ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതിന്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഓർക്കുക, ഈ ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ എന്ത് ചെയ്യാം, വീണ്ടും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. അപ്പൊ ആ രീതിയിൽ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാം. ഓൾ ദ ബെസ്റ്റ്.
നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.